ഇവാടെ എല്ലാ കൂട്ടുകാരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വെൽക്കം ചെയ്യുകയാണ്. നമുക്കിന്നൊരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷനാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇന്നെനിക്കൊത്തിരി സന്തോഷമുണ്ട്. നമ്മളോടൊപ്പം ഈ സൂം മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു മിഷണറിയാണ്. പ്രത്യേകിച്ചും സുഡാൻ ആഫ്രിക്കൻ രാജ്യമാണ്. ചില വർഷങ്ങൾ ആഫ്രിക്കയിലൊക്കെ കർത്താവിൻ്റെ വേല ചെയ്തു. ഞാൻ ചില വീഡിയോസൊക്കെ കണ്ടു. അടുത്ത മിഷണറി യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ക്രിസ്റ്റോ കർത്താവിൻ്റെ ദാസൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ ക്രിസ്റ്റോയെ വെൽക്കം ചെയ്യണം. വെൽക്കം. പ്രൈസ് ദി ലോർഡ്. സുഡാനിൽ നിന്നാണല്ലേ? അല്ല, സുഡാനിലായിരുന്നു. സൗത്ത് സുഡാൻ. ഓക്കെ. സൗത്ത് സുഡാൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ പ്രത്യേകതയുള്ളത്? 2011 ഇത് നമ്മൾ കൺട്രി ഫോം ആയത്. സൗത്ത് സുഡാൻ സുഡാനിൽ നിന്ന് സെപ്പറേറ്റ് ആയതാണ് സൗത്ത് സുഡാൻ. ഓ, ശരി. രണ്ട് രാജ്യം. ഓക്കെ. സുഡാന്റെ ക്യാപിറ്റൽ ഖാർത്തൂം, സൗത്ത് സുഡാന്റെ ക്യാപിറ്റൽ ജൂബ. ഓ, ഏറ്റവും ലേറ്റസ്റ്റ് യങ്ങസ്റ്റ് കൺട്രിയാണ് സൗത്ത് സുഡാൻ. ഓ, ശരി. എല്ലാം കഴിഞ്ഞ് തുടക്കം കുറിക്കുന്നതേ ഉള്ളൂ. പിച്ച വെച്ച് തുടങ്ങാറായില്ല, കമന്ന് വീഴുന്നതേ ഉള്ളൂ. ഒരു പുതിയ രാജ്യമാണെന്ന് പറയാം അല്ലേ? ഏറ്റവും ലേറ്റസ്റ്റ് കൺട്രി. ഓക്കെ, എന്തായാലും സന്തോഷമുണ്ട്. അവിടുത്തെ ഒരു ജീവിതശൈലിയൊക്കെ എങ്ങനെയാണ്? അവിടെ സാധാരണ ആഫ്രിക്കൻ രാജ്യങ്ങളെപ്പോലൊക്കെ തന്നെയാണോ, അതോ സുഡാൻ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് വളരെ റിമോട്ടായിട്ടൊരു സ്ഥലമായിട്ടാണ് തോന്നുന്നത്? തീർച്ചയായും അങ്ങനെയാണ്. മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാട്ടിലൊക്കെ എങ്ങനെയാണ് ഒരു കമ്പാരിസൺ? ഇത് മറ്റ് കൺട്രീസിനെക്കാട്ടി ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കിടക്കുന്ന കൺട്രിയാണ്. ഒരു ബേസിക് നമ്മുടെ രാജ്യത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഒരു 200 വർഷം ബാക്കിലാണ് ആ രാജ്യം. കാരണം ഇപ്പോഴും ബേസിക് ആയിട്ടുള്ള പ്രോപ്പർ വാട്ടർ ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല, റോഡില്ല, ഹോസ്പിറ്റൽസ് ഇല്ല, ഇങ്ങനെ യാതൊരു ബേസിക് നെസസിറ്റീസും ഇല്ലാത്ത ഒരു കൺട്രിയാണ്. ഇവന്റെ ക്യാപിറ്റൽ സിറ്റി ആയ ജുബയിൽ പോലും ഒരു ടാറിട്ട റോഡോ എന്നൊക്കെ പറഞ്ഞ് ചുരുക്കമാണ്. പിന്നെ അവിടെ ഇച്ചിരി എന്തെങ്കിലും കൺസ്ട്രക്ഷൻസ് കാണാൻ പറ്റുന്നത് ക്യാപിറ്റൽ സിറ്റിയിലേ ഉള്ളൂ. ഈ ഔട്ടർ സ്റ്റേറ്റ്സിലോട്ട് പോന്നു കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല, എല്ലാം കുടിലുകൾ മാത്രം. അത് മാത്രമേ ഉള്ളൂ. അതെ, എനിക്കൊന്ന് സുഡാനിൽ നിന്നൊക്കെ കേരളത്തിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി നമ്മുടെ നോർത്തേൺ കേരളത്തിലൊക്കെ ആളുകൾ വരും അല്ലേ? ഫുട്ബോളിൻ്റെ നാടാണോ? ഫുട്ബോളിന്റെ നാടാണ്. അവിടെ എല്ലാവർക്കും അത് ഭയങ്കര ഹരമുള്ള ഫുട്ബോൾ. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മുടെ സ്കൂളിലെ പിള്ളേരാണെങ്കിലും അവർക്ക് അതിനോട് ഭയങ്കര ക്രേസാണ്. അത് ശരി. ഓക്കെ. അപ്പം നമുക്ക് സുഡാനെ കുറിച്ചൊക്കെ കേൾക്കണം, മിനിസ്ട്രിയെക്കുറിച്ച് കേൾക്കണം. എന്നാൽ അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ക്രിസ്റ്റോ എന്ന മിഷണറിയെക്കുറിച്ച് അറിയണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയം തരിക. നമ്മുടെ യുവാടെ കൂട്ടുകാരൊക്കെ കേൾക്കാൻ റെഡിയായിട്ടിരിക്കുക. നമുക്ക് നേരത്തെ തന്നെ ആഫ്രിക്കയിൽ നിന്ന് പ്രിയപ്പെട്ട ടിജിൻ നേരത്തെ വന്ന സാക്ഷ്യം അല്ലേ? നിങ്ങൾ പരിചയമുണ്ടല്ലോ അല്ലേ? ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഞാൻ ഇത് ത്രൂ ആണ്, ആസാദി ചാനൽ ത്രൂ ആണ് അച്ഛനെ കണ്ടത്. ഓ, അത് ശരി. അല്ലാതെ എനിക്കറിയില്ലായിരുന്നു. ഓക്കെ. എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ത്രൂവിലാണ് ഞാൻ സംസാരിച്ചത്. അങ്ങനെയാണ് ഒരു പരിചയം. ഇന്ന് നല്ലൊരു പരിചയം. എന്തായാലും ഈ ദിവസങ്ങളിൽ ഒത്തിരി നമ്മുടെ ചെറുപ്പക്കാർ പണ്ടൊക്കെ നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയായിരുന്നു സമർപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആഫ്രിക്കയ്ക്കും പിന്നെ അതുപോലുള്ള രാജ്യങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങളൊക്കെ പോകുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം സഹായിക്കട്ടെ. അപ്പം നമുക്ക് ഇനിയുള്ള സമയങ്ങൾ തരികയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് സമയമെടുത്ത് നമ്മുടെ ജീവിതാനുഭവങ്ങളെല്ലാം പറയാം. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം. ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുന്ന ജീവിതത്തിലുണ്ടായ എല്ലാ അനുഭവങ്ങളും കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. കണ്ടിന്യൂ ചെയ്തു. ക്രിസ്തുവിൽ ഏവരെയും വന്ദനം ചെയ്യുന്നു. ദൈവം നമ്മളെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ ഫിനി പാസ്റ്റർ, എനിക്ക് മുൻ പരിചയങ്ങളൊന്നും തന്നെ ഇല്ല. എൻ്റെ സുഹൃത്തായിരിക്കുന്ന പ്രിൻസ് തോമസ് മുഖാന്തരമാണ് പ്രിയ പാസ്റ്ററായിട്ട് പരിചയപ്പെടാൻ ഇങ്ങനൊരു അവസരം ഒരുക്കാനായിട്ട് ഇടയായി തീർന്നത്. ഇങ്ങനെ ചെയ്യുന്ന എല്ലാ നല്ല സേവനത്തിനുമായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുമൂലം അനേക പേരെ പരിചയപ്പെടാനും അവരുടെ എക്സ്പീരിയൻസ് കേൾക്കുവാനും എനിക്കും കൃപ ചെയ്ത്. എനിക്ക് തിരുനച്ചാൻ ധ്രുവാണ് ഞാൻ ഈ ചാനലിനെ പറ്റി തന്നെ അറിയുന്നത് തന്നെ. പിന്നീടാണ് ഞാനത് പിന്നെ വാച്ച് ചെയ്യാനായിട്ട് ഇടയായത്. പക്ഷെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഓൾറെഡി അറിയാവുന്ന എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു.
എനിവേ ഈ ഒരു അതിൽ ഭാഗവാക്കാക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചതിനായിട്ട് കർത്താവിന് സകല മഹത്വവും അർപ്പിക്കുന്നു. പാസ്റ്റർ പറഞ്ഞതുപോലെ എൻ്റെ പേര് ക്രിസ്റ്റോ വർഗീസ് എന്നാണ്. എൻ്റെ സ്വദേശം തിരുവല്ല വെണ്ണിക്കുളമാണ് എൻ്റെ സ്വദേശം. എൻ്റെ പപ്പ ഒരു പാസ്റ്ററാണ്. ചർച്ചക്കോടിൽ 32 വർഷമായിട്ട് സേവനം അനുഷ്ഠിച്ചു. ഇപ്പോൾ റിട്ടയർമെന്റിൽ കാലത്തിലൂടെ അടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പം ഭവനത്തിൽ ശുശ്രൂഷയില്ലാതെ ഇപ്പോൾ നിൽക്കുന്നു. എനിക്ക് രണ്ട് ബ്രദേഴ്സ് ആണുള്ളത്. അവര് കാനഡയിൽ സെറ്റിൽ ആയിരിക്കുന്നു. ഈ ഇവരാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ്. എനിക്ക് രണ്ട് ചേട്ടന്മാര്, പിന്നെ എൻ്റെ വൈഫ്. അത് ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് നവംബർ 2 ഒരു പെൺകുഞ്ഞിനെ കർത്താവ് ദാനമായിട്ട് നൽകി. ഇപ്പം 45 days ആയി. അങ്ങനെ ഞങ്ങൾ സന്തോഷകരമായിട്ട് പോകുന്നു. നിങ്ങളെവരെയും ഓർത്ത് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് എല്ലാം പാഴ്സണേജുകളിലാണ്. ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പൊ ഈ ഒരു 2-3 years ആയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം വീട്ടില് ആയിരിക്കുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ വിവാഹത്തിന് വരെ ഞാൻ പാഴ്സണേജിൽ തന്നെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഒത്തിരി ഇഷ്ടം, ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും ഒത്തിരി ഇഷ്ടമുള്ളതും പാഴ്സണേജുകൾ തന്നെയാണ്. പാസ്റ്റേഴ്സ് ആയ മക്കൾക്ക് ഒരിക്കലും ഒരു പാസ്റ്റർ ആവാനായിട്ട് ആഗ്രഹം വളരെ കുറവാണ് സാധാരണയായിട്ട്. പക്ഷേ കർത്താവ് എനിക്ക് നൽകിയ ഒരു വിളിക്കനുസരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിത്തിരിക്കാനായിട്ട് ഇടയായി തീർന്നേ. ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷ പപ്പായുടെയും അമ്മയുടെയും ശുശ്രൂഷ കാലങ്ങളിൽ ഒത്തിരി നല്ല അനുഭവങ്ങൾ അറിയുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. കർത്താവിന്റെ വലിയ കരം ഞങ്ങളോട് കൂടിരുന്നു. ഞങ്ങൾ ഇതുവരെ കർത്താവ് വഴി നടത്തി. ഞാൻ കൂടുതൽ സമയം ദീർഘിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം മെയിനായിട്ട് ഒത്തിരി പേർക്ക് ആഗ്രഹം സൗത്ത് സുഡാനെ പറ്റി കേൾക്കാനാണ്. അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ജസ്റ്റ് എൻ്റെ കോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നേരിട്ട് സൗത്ത് സുഡാൻ എക്സ്പീരിയൻസിലേക്ക് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞ ശേഷം മുമ്പ് +2 സമയത്താണ് ഞങ്ങളുടെ ചർച്ചക്കോടിന് ഒരു വൈപ്പിടി ക്യാമ്പ് നടക്കുന്നത്. അപ്പം വൈപ്പിടി ക്യാമ്പിൽ അന്ന് PC ചെറിയാനാണ് ഈ മിഷൻ ചലഞ്ച് നൽകാനായിട്ട് വന്നത്. ആക്ച്വലി ഞാൻ അങ്ങനെ പോയ ക്യാമ്പുകളിൽ പോകാറുന്ന ആയിരുന്നില്ല. പക്ഷെ അന്ന് ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഞങ്ങളൊന്ന് വൈകിട്ട് സെഷന് പോയി. അപ്പം PC ചെറിയാൻ അവിടെ നിന്ന് ഓട്ടർകോൾ നളിയ സമയത്ത് എനിക്ക് ഒരു ആത്മപ്രേരണ കിട്ടി. ഞാൻ ഫ്രണ്ടിലോട്ട് പോയി. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞ പിന്നാണ് ഞാൻ അറിഞ്ഞത്, അന്ന് PC ചെറിയാൻ അവിടെ ഓട്ടർകോൾ കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ പിതാവ് സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കർത്താവെ ക്രിസ്റ്റോയെ ഫ്രണ്ടിലോട്ടൊന്ന് അയക്കണേ എന്ന്. ഇത് ഞാൻ അറിയുന്നില്ലായിരുന്നു. ഇത് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ പിന്നാണ് അറിയുന്നത്. അങ്ങനെ ആരും എന്താ പക്ഷെ എനിക്ക് അന്നൊരു ആത്മപ്രേരണ കിട്ടി. അങ്ങനെ ഞാൻ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. അതെന്റെ ജീവിതത്തിൽ ആ ഒരു കാര്യം കേട്ടത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീർന്നു. അന്ന് മുതൽ കർത്താവിന് വേല ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ +2 കഴിഞ്ഞപ്പോൾ ഓർത്തു എന്തെങ്കിലും പഠിക്കണം. അപ്പം അങ്ങനെ ആ രീതിയിൽ പോകാൻ BSc ഇലക്ട്രോണിക്സ് അടൂർ IHID പഠിച്ചു. അതിനുശേഷം പഠിച്ചു കഴിഞ്ഞപ്പം ജോലി ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ 8 മാസക്കാലം എറണാകുളത്ത് വർക്ക് ചെയ്തു. ആ വർക്ക് സമയത്ത് എല്ലാം കയ്യിലുണ്ടായിരുന്നു. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും പൈസ കാര്യങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ ഒരു സന്തോഷവും ഒരു സമാധാനവും എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞില്ല. പിന്നീട് ഞാൻ തൊടുന്ന കാര്യങ്ങളൊക്കെ ഒരു പരാജയത്തിലേക്കോട്ട് പോകുന്ന ഒരു അനുഭവത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഒരു രാത്രികാലം ഇരുന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായി തോന്നി. എന്താണ് ഇതിന്റെ ഒരു കാരണം എന്നുള്ളത് ഞാൻ അന്ന് അവിടെ നിന്ന് ചിന്തിക്കുവാനായിട്ട് എറണാകുളത്ത് എൻ്റെ അമ്മാച്ചൻ എന്ന ഷാരോൺ ചർച്ചിലെ പാസ്റ്ററായിരുന്നു. അപ്പൊ ആ പാസ്റ്ററിനെ ചെയ്യുന്ന രാത്രിയിൽ 2 മണിക്ക് ഇങ്ങനെ ആലോചിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു വാക്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. അതിങ്ങനെയാണ്: കലപ്പിക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്ന മനുഷ്യൻ സ്വർഗരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്നുള്ളൊരു വാക്യമായിരുന്നു. പെട്ടെന്ന് രാത്രികാലം തന്നെ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ അതിനുശേഷം പിറ്റേ ദിവസം തന്നെ പോയി ജോലി റിസൈൻ ചെയ്യാനായിട്ട് ഇടയായി. അത് എൻ്റെ മാതാപിതാക്കളോട് ആരോടും അനുവാദം ചോദിക്കാതെ ഞാൻ ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞ മമ്മിയോട് ഞാൻ പറഞ്ഞു, ഞാൻ ജോലി റിസൈൻ ചെയ്തു, എനിക്ക് നോർത്ത് ഇന്ത്യക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു സമയത്ത് ആ ജോലി വെള്ളിയോ ശനിയോ കണ്ട ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നത്. അതിനുശേഷം അപ്പൊ അദ്ദേഹം MD പറഞ്ഞു, എന്തിനാ ഇപ്പോൾ ഒരു ആവശ്യമില്ലല്ലോ ജോലി റിസൈൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ അവിടുന്ന് ഒഴിയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അന്ന് ആ ഒരു ഞായറാഴ്ച അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആത്മപ്രേരണ ഉണ്ടായി, എനിക്ക് നോർത്ത് ഇന്ത്യക്ക് കടന്നു പോകണമെന്നുള്ളത്. കാരണം ഞാൻ നോർത്ത് ഇന്ത്യയെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ. ഹിന്ദി എന്ന് പറഞ്ഞ സാധനം ഞാൻ പഠിച്ചിട്ടില്ല. അപ്പം പക്ഷെ നോർത്ത് ഇന്ത്യക്ക് പോകണമെന്നുള്ള ആഗ്രഹം. അപ്പൊ അന്ന് സഭയോഗം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മാച്ചനോട് പറഞ്ഞു, എനിക്ക് നോർത്ത് ഇന്ത്യക്ക് കടന്നു പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, അതിനെന്താ ക്രിസ്റ്റോ, നിനക്ക് പോകാലോ, അടുത്ത ആഴ്ച
ബീഹാറിൽ നിന്ന് ഒരു മിഷണറി വരുന്നുണ്ട്. നമ്മുടെ ചർച്ചിൽ മെമ്പർ തന്നെയാണ്. അവൻ അടുത്ത ആഴ്ച തിരിച്ചു പോവുകയും ചെയ്യും. ക്രിസ്റ്റ കയറി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അപ്പം ഒരു വലിയൊരു ദൈവനിയോഗം അതുമേ എനിക്ക് കാണാനായിട്ട് എടുത്ത് അന്ന് ഒരു തൽക്കാല ടിക്കറ്റ് എടുത്തിട്ട് ഒരു സീറ്റ് 3 പേര് ഇരുന്ന് ഞങ്ങൾ ബീഹാറിലേക്ക് ആ ആഴ്ച തന്നെ ഞാൻ ബീഹാറിലേക്ക് യാത്ര തിരിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ 3 മാസക്കാലയളവിൽ മാസത്തോളം ഞാൻ ബീഹാറിൽ ദർഭംഗ എന്ന സ്റ്റേറ്റിലെ ആയിരിപ്പം ദൈവം എന്നെ സഹായിച്ചു. അന്ന് എനിക്ക് ഭാഷ അറിയത്തില്ല എങ്കിലും എന്നാൽ കഴിയുന്ന വിധം അവരുടെ കൂടെ ഹെൽപ്പ് ചെയ്യുവാനും സൺഡേ സ്കൂളിലെ കാര്യങ്ങളിലും എല്ലാം നോക്കുവാനും കർത്താവ് എന്നെ സഹായിച്ചു. അതെന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു മിഷൻ എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി മണക്കാലേക്ക് കടന്നു വന്ന് BD-ക്ക് 5 വർഷം പഠിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പം ഈ BD കാലയളവിൽ നമുക്കെല്ലാം അവധി കിട്ടുമായിരുന്നു. അപ്പം അവധി കിട്ടുന്ന സമയത്ത് ഞാൻ അന്ന് ഫസ്റ്റ് ബീഹാറിൽ പോയത് കൊണ്ട് എൻ്റെ ഈ പ്രിൻസ് തോമസ് എന്ന് പറഞ്ഞ അദ്ദേഹം എൻ്റെ കൂട്ടു സഹോദരൻ, അവൻ പറഞ്ഞു എന്താ ക്രിസ്റ്റോ ഞാൻ ബീഹാറിൽ പോയിട്ടില്ല, ക്രിസ്റ്റോയ്ക്ക് പരിചയമുണ്ടല്ലോ, എന്നാൽ നമുക്ക് ബീഹാറിൽ പോകാമെന്ന്. അപ്പൊ ഞാനെന്താ പോകാമല്ലോ. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ആ അവധിക്ക് ഞങ്ങൾ ഒരുമിച്ച് ബീഹാറിൽ പോകാനായിട്ടും അനേകയിടങ്ങളിൽ BBS ചെയ്യുവാനൊക്കെ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. പിന്നീട് ആ ഒരു ബന്ധം വളർന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ഏകദേശം ഇന്ത്യയുടെ 19 സ്റ്റേറ്റുകളിൽ പോകുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആക്ച്വലി പ്രിൻസ് തോമസ് ആണ് എനിക്ക് ഈ മിഷൻ എന്നുള്ള ഒരു മൈൻഡ് എനിക്ക് നൽകത്തന്ന് വെച്ചാൽ അതിനോട് വലിയൊരു ആഗ്രഹം തോന്നാനും അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തോന്നാനും കാരണം ഇപ്പോഴും ഞാൻ പറയുകയാണ്, എനിക്ക് ഇപ്പോഴും ഹിന്ദി അറിയത്തില്ല. പക്ഷെ ഇത്രയും സ്റ്റേറ്റുകളിൽ പോകാൻ കർത്താവ് എന്നെ സഹായിച്ചു. അതിൽ പൈസ ഉണ്ടായിരുന്നിട്ടൊന്നും അല്ല. ആ സമയത്ത് കർത്താവ് ആരെങ്കിലും ഞാൻ ഭയങ്കര വിശ്വാസമായിരുന്നു. കാരണം ആ സമയത്ത് ഞാൻ വീട്ടിൽ പൈസ ചോദിക്കുമായിരുന്നു. അപ്പം പിന്നീട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ മിഷൻ വർക്കിന് പോവുക, ഞാൻ വീട്ടിൽ 1 രൂപ പോലും ചോദിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തീരുമാനമെടുത്തു. പക്ഷെ കർത്താവ് അത്ഭുതം പോകുന്നതിന്റെ ആ സമയത്ത് കർത്താവ് എനിക്ക് അത്ഭുതങ്ങളെ പോയിട്ട് വരാനുള്ള എല്ലാ വഴികളും കർത്താവ് അങ്ങനെ ഒത്തിരി അനുഭവം ആ മിഷൻ എക്സ്പീരിയൻസിൽ അവിടെകളിൽ ചെന്ന് കാണുവാനും അനുഭവിക്കാനും ശുശ്രൂഷ ചെയ്യുവാനും കർത്താവ് എന്നെ സഹായിച്ചു. അപ്പം അങ്ങനെ ഒരു അവധിക്ക് ഞാൻ ഗോവയിൽ കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. അന്ന് അവിടെ ഫാദേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞൊരു ചച്ചഗോഡന്റെ ചർച്ചുണ്ട്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്നത്തെ ഫാസ്റ്റിംഗ് പ്രെയർ എല്ലാം ഉണ്ട്. അവർക്ക് ക്രിസ്മസിന്റെ പ്രോഗ്രാം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോരാനായിട്ട് ഞാൻ നാട്ടിലോട്ട് കടന്നു പോകുമ്പോൾ പാസ്റ്റർ എന്നെ കൊണ്ടുവിടാനായിട്ട് പോകുന്ന വഴിക്ക് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ക്രിസ്റ്റോ അടുത്ത നെക്സ്റ്റ് പ്ലാൻ ഉണ്ട്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഇതുവരെ പോയതിൽ എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫീൽ ചെയ്തത് ജമ്മു കാശ്മീരാണ്. അതുകൊണ്ട് എനിക്ക് ജമ്മുവിലേക്ക് പോകണമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ക്രിസ്റ്റോ ഇന്ത്യയുടെ പുറത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇന്ത്യയുടെ പുറത്ത് ഒരു മിഷണറി ആയിട്ടോ അങ്ങനെ ക്രിസ്റ്റോയുടെ അറിവിലെങ്കിൽ ആരുകളുണ്ട്? ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല, എൻ്റെ അറിവിൽ ആരും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം നോർത്ത് ഇന്ത്യ ആണെങ്കിൽ എനിക്ക് ഒത്തിരി അധികം ദൈവദാസന്മാരെ കാണിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ പുറത്ത് കർത്താവിന്റെ വേല ചെയ്യുന്ന ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാനായിട്ടുള്ള ദൈവദാസന്മാർ എൻ്റെ അറിവിലില്ലായിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു വിത്തായിട്ട് വീഴാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതിനുശേഷമാണ് ഇന്ത്യയുടെ പുറത്തുള്ള മിഷനെ പറ്റി ചിന്തിക്കാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും ദൈവം എന്നെ സഹായിച്ചത്. അതെന്റെ ജീവിതത്തിൽ അൺറീച്ച് പീപ്പിൾ ഗ്രൂപ്പ്സിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാൻ ഒക്കെ ഇടയാക്കി തീർന്നു. ആ സമയത്ത് കോവിഡ് ടൈമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇതിനായിട്ട് കൂടുതലായിട്ട് പഠിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ഇപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായി, അൺറീച്ച് കൺട്രീസിലേക്ക് മാത്രം പോകണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ കടന്നു വരാനായിട്ട് ഇടയായിട്ട് തീർന്നു. അങ്ങനെ അപ്പൊ ആ സമയത്ത് എനിക്ക് ആഗ്രഹം പോകാൻ വിയറ്റ്നാമിൽ പോകണമെന്നായിരുന്നു. കാരണം വിയറ്റ്നാമിൽ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഈ പാസ്റ്റർ പ്രത്യാശ സംശയത്തിലൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വിയറ്റ്നാമിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം എനിക്ക് തോന്നി. അപ്പൊ അത് എന്നാൽ ഞാൻ അതിനുവേണ്ടി ആൾക്കാരെ കണ്ടെത്താനൊക്കെ ശ്രമിച്ചു. പക്ഷെ എനിക്ക് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്കിലും ഈ ഒരു കാര്യം എൻ്റെ മനസ്സിൽ എപ്പോഴും വരുമായിരുന്നു. ഈ ഞാൻ പോകുമ്പോഴെല്ലാം ആൾക്കാർ ചോദിക്കും, പറയും നെക്സ്റ്റ് പ്ലാൻ. ഞാൻ പറയും എനിക്ക് ഇതുപോലുള്ള കൺട്രീസിലേക്ക് പോകണം, ഒട്ടും ഡെവലപ്ഡ് അല്ലാത്ത കമ്മ്യൂണിറ്റീസ്, ഏറ്റവും റിമോട്ട് ആയിട്ടുള്ള ഏരിയയിൽ പോയി കർത്താവിനെ വേല ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയും. അപ്പം പക്ഷെ എങ്ങനെ പോകും, ആര് കൊണ്ടുപോകും എന്നുള്ളതിനെ പറ്റി വലിയൊരു ആശങ്ക എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഇടയായിട്ട് തരുന്നു. അങ്ങനെ ലാസ്റ്റ് കോവിഡൊക്കെ കഴിഞ്ഞ സമയത്തേക്ക് ഞങ്ങൾ 5-ാം വർഷം ഗ്രാജുവേറ്റ് ആകാറായി. ലാസ്റ്റ് 6 months എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സെമിനാരിലുള്ള വിദ്യാർത്ഥികൾക്കുള്ളതുപോലെ ഭയങ്കര ടെൻഷൻ, എന്ത് തെരഞ്ഞെടുക്കും, എങ്ങോട്ട് പോകും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വലിയൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 2 ബ്രദേഴ്സ് കാനഡയിലാണ്. ഒരാൾ നയാഗ്രയിലുണ്ട്, ഒരാൾ കിങ്സ്റ്റണിലുണ്ട്.
അപ്പം അവർ ഫാമിലിയായിട്ട് അവിടെ ആയിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും മാതാപിതാക്കളുടെ ആഗ്രഹം മക്കളുടെ നല്ല ഭാവി ആയതുകൊണ്ട് അവരും എന്നെ വിദേശത്തേക്ക് അയക്കാനുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ ഇടയായിരുന്നു. പക്ഷെ ആ സമയത്തും എനിക്ക് വലിയ ഞാനും നീട്ടി വെച്ചു, ഓക്കെ പിന്നീട് ആകാം. പക്ഷെ ആഹ് ഈ ഒരു കാര്യം അൺറീച്ച് കൺട്രീസിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉണ്ട്. അതേസമയത്ത് ഈ ഒരു കാര്യം നിൽക്കുന്നു. അപ്പം ഇത് തമ്മിലുള്ള ഒരു വലിയ ആശയക്കുഴപ്പം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഇടയായിത്തീർന്നു. ഏത് തെരഞ്ഞെടുക്കും എന്നുള്ളത്. അപ്പം ചില സമയത്ത് ഓർക്കും, ഓക്കെ അൺറീച്ച് കൺട്രി പോകാം. അത് കഴിഞ്ഞ് കുറച്ച് 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും മാറും, മനസ്സ് മാറും, ഓക്കെ ഈ സേഫ് സോണിലേക്ക് പോകാം. അപ്പം അന്നേരം പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സ് എൻ്റെ സേഫ് സോൺ പൊസിഷനിലേക്ക് തിരിക്കുമ്പോൾ അന്ന് എൻ്റെ ചാപ്പലിൽ നിന്ന് ഞാൻ കേൾക്കുന്ന ദൈവശബ്ദം ലീവ് യുവർ കംഫർട്ട് സോൺ എന്നായിരുന്നു. അത് ഒരു പ്രാവശ്യമല്ല എനിക്ക് ഉണ്ടായത്, 3 പ്രാവശ്യം അതുപോലെ തന്നെ ഞാൻ എപ്പോൾ മനസ്സോർത്ത് നോക്കി ഞാൻ ഈ രീതിയിൽ മൂവ് ചെയ്യാമെന്ന് ചിന്തിക്കുമ്പോൾ അന്ന് കർത്താവ് ആരെങ്കിലും അയച്ച് ഞങ്ങളുടെ ചാപ്പലിൽ വിളിച്ചു പറയിപ്പിക്കും, ലീവ് യുവർ കംഫർട്ട് സോൺ. അങ്ങനെ ലാസ്റ്റ് എൻഡായി, എൻ്റെ ക്ലാസ് തീരുന്ന അന്ന് രാത്രി ഞങ്ങൾക്കൊരു നൈറ്റ് പ്രെയർ ഉണ്ട്. ഈ നൈറ്റ് പ്രെയറിൽ ഞങ്ങൾ രാത്രി 12 മണിക്ക് നൈറ്റ് പ്രെയർ. അപ്പം നൈറ്റ് പ്രെയറിൽ രാത്രി 12 മണിക്ക് അപ്പം ആ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചു നോക്കി, എനിക്കൊന്നും ആവുന്നില്ല, ആരെയും കണ്ടെത്താൻ പറ്റുന്നില്ല, ഏത് രാജ്യം തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു, എൻ്റെ മുന്നിൽ പോസിബിളായി കിടക്കുന്ന വഴിയായി ഇതായതുകൊണ്ട് ഞാൻ ഇതിലെ പോകാമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് അന്ന് രാത്രി 12 മണിക്ക് ഞാൻ കേൾക്കുന്ന ദൈവശബ്ദം ലീവ് യുവർ കംഫർട്ട് സോൺ എന്നായിരുന്നു. അന്ന് രാത്രി 12 മണിക്ക് കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ആ ആഴ്ചയിൽ തന്നെ ഞാൻ ഒരു ദൈവദാസനെ കോൺടാക്ട് ചെയ്തിരുന്നു. കാരണം ഈ അൺറീച്ച് പീപ്പിൾ ഗ്രൂപ്പ്സിനെ പറ്റി തപ്പിപ്പോയി കഴിഞ്ഞപ്പോൾ അവസാനം ഞാൻ പപ്പ ചർച്ചക്കോടിലെ ആയതുകൊണ്ട് ഞാൻ ചർച്ചക്കോടിന്റെ വെബ്സൈറ്റിലേക്ക് കയറി നോക്കി ഇതിനെ പറ്റിയിട്ടുള്ളത്. പക്ഷേ കേരള സ്റ്റേറ്റിന്റെ വെബ്സൈറ്റിലൊന്നും കണ്ടില്ല. പിന്നീട് വേൾഡ് മിഷന്റെ വെബ്സൈറ്റിൽ പോയി, വേൾഡ് മിഷൻ വെബ്സൈറ്റിൽ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ പണ്ട് എങ്ങനെയോ കണ്ട ഒരു ദൈവദാസന്റെ ഫേസ് എനിക്ക് അതിനകത്ത് ഓർമ്മ വരാനായിട്ട്, അത് മറ്റാരും അല്ലായിരുന്നു, ഡോക്ടർ സുശീൽ മാത്യു. അദ്ദേഹം അന്ന് കുവൈറ്റ് റീജിയന്റെ ഓഫീസർ ആയിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് ഞാനൊരു അന്ന് കുക്ക് സാഹിബിന്റെ 100-ാം വാർഷികത്തിന് അന്ന് വന്ന സ്റ്റേജിൽ കണ്ട ഓർമ്മ മാത്രമേ എനിക്ക് അദ്ദേഹത്തിന് ഉള്ളൂ. അപ്പൊ അന്ന് എനിക്ക് എങ്ങനെ ഈ ഫേസ് എന്റെ മനസ്സിൽ പതിയാനായിട്ട്, അപ്പൊ പെട്ടെന്ന് ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് മെസ്സഞ്ചറിൽ ഞാൻ മെസ്സേജ് അയച്ചു, പാസ്റ്ററെ എനിക്ക് ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ഒരു കമ്മ്യൂണിക്കേറ്റ് പാസ്റ്റർ റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് കോവിഡ് ഒക്കെ ആയ സമയത്തേക്ക് ഞാൻ ചർച്ചിലെ മീറ്റിംഗ്സ് വെക്കായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ ഒരു മീറ്റിംഗ് ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ചിട്ട് അൺറീച്ച് പീപ്പിൾ ഗ്രൂപ്പ്സിനെ പറ്റിയിട്ടുള്ള ഒരു മീറ്റിംഗ് വെച്ചു. പക്ഷെ അന്ന് പാസ്റ്റർക്ക് എങ്ങും തൊടാൻ പറ്റിയില്ല, കാരണം അരമണിക്കൂറുള്ളായിരുന്നു. ആ അരമണിക്കൂർ കൊണ്ട് ഒന്നും എങ്ങും എത്തിക്കാൻ പറ്റില്ല. അപ്പം പറഞ്ഞുള്ള ഒരു ക്വസ്റ്റ്യൻ, നമുക്കൊരു 3 ദിവസം സെമിനാറായിട്ട് വെച്ചാലോ. അപ്പൊ അതിനുശേഷം അങ്ങനെ ഞാൻ എൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുമായിട്ടൊക്കെ സംസാരിച്ച് ഞങ്ങളൊരു ക്ലാസ്സിന് സെമിനാർ വെച്ചു, 3 days. അന്ന് ദൈവകൃപയാ പല വേറെ രാജ്യത്തു നിന്നുള്ള ആൾക്കാരും ആ സെമിനാറിൽ പങ്കെടുക്കാനായിട്ട് ദൈവം കൃപ ചെയ്തു. ആ ഒരു ബോണ്ടിങ് ഞങ്ങളുടെ വളർത്തുവാൻ, ആ ഒരു ബന്ധം ഭയങ്കര ശക്തപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് മുതൽ പാസ്റ്ററുകളുമായിട്ടൊരു കോൺടാക്ട് ഉണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് അതെല്ലാം കഴിഞ്ഞു, ഗ്രാജുവേഷൻ ടൈം ആയപ്പോൾ പാസ്റ്ററുകളിൽ ഞാൻ മെസ്സേജ്, പാസ്റ്റർ ഞാൻ ഗ്രാജുവേറ്റ് ആവുകയാണ്, അപ്പൊ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. പാസ്റ്ററുകൾ എന്നോട് പറഞ്ഞു, മോനെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് അന്നത്തെ കോള് കട്ട് ചെയ്തു. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായി, കാരണം ഞാൻ വലിയ ആഗ്രഹത്തോടെ ചെന്നിട്ട് പാസ്റ്ററിന്റെ അടുത്ത് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വെള്ളിയാഴ്ച രാത്രി ഞാൻ തീരുമാനം എടുത്തു. ശനിയാഴ്ച ഉച്ചയായപ്പം പാസ്റ്ററുകൾ എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ക്രിസ്റ്റോയുടെ കോളിംഗ് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എന്റെ കോളിംഗ് എന്ന് പറയുന്നത് അൺറീച്ച് കൺട്രീസിലേക്ക് പോകുക എന്നുള്ളതാണ്. അവിടെ ഒന്നുമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ ചെന്നിട്ട് അവരെ ഡെവലപ്പ് ചെയ്ത്, അവരുടെ സഭ സ്ഥാപിച്ച്, ചർച്ച് പ്ലാൻ ചെയ്ത്, അവരുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, അതാണ് എന്റെ കോളിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, ക്രിസ്റ്റോയുടെ മനസ്സിൽ. ഞാൻ പറഞ്ഞു, എനിക്ക് വിയറ്റ്നാമിൽ പോകും. അപ്പൊ എന്നോട് പറഞ്ഞു, വിയറ്റ്നാമിൽ ആണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, അവിടുത്തെ ചർച്ചക്കൂട്ടിലെ ഓവർസിയറോ അവിടുത്തെ ആൾക്കാരെ വിളിച്ച് അറേഞ്ച് ചെയ്യാം. പക്ഷെ ഒത്തിരി ലീഗൽ പ്രശ്നങ്ങൾ അതിന്റെ പിന്നിൽ. കാരണം ക്രിസ്ത്യാനിറ്റിയെ നമുക്ക് അത്രമാത്രം തുറന്ന ഒരു സുവിശേഷകനായിട്ട് ഒരിക്കലും നമുക്ക് ആ രാജ്യത്ത് എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഏതെങ്കിലും ലേബലിന്റെ അണ്ടറിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഞാൻ അന്ന് അറിയാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ എന്നാൽ ഒരു രാജ്യം സജസ്റ്റ് ചെയ്തിട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ പറഞ്ഞോളാം പറഞ്ഞു എന്നോട്. അപ്പൊ അദ്ദേഹം 2 ആഴ്ച മുമ്പാണ് ആ സ്ഥലത്ത് പോയിട്ട് വന്നത്. അപ്പം അദ്ദേഹം ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ആരെ ഓൺ ദ ഫീൽഡ് വർക്ക് ചെയ്യിപ്പിക്കാൻ. അപ്പം ആ രാജ്യത്ത് ചെന്നപ്പം അദ്ദേഹം ഒത്തിരി മിഷൻ യാത്രകൾ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം ആ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു പ്രത്യേക
ദൈവീയ നിയോഗത്തിൽ ഒരു മിഷൻ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുക. അപ്പം ഓൺ ദ ഫീൽഡ് ചെറിയൊരു സ്റ്റാർട്ടപ്പ് അദ്ദേഹം തുടങ്ങുകയും ചെയ്തു. അപ്പം ഓൺ ദ ഫീൽഡ് വർക്ക് ചെയ്യാനായിട്ട് ആ ലോക്കൽ അല്ലാതെ വേറൊരാളില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആശയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹവുമായിട്ട് കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതും. അത് ദൈവം ഒരു വഴിയായിട്ട് ഞങ്ങൾക്ക് തുറന്ന അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു സൗത്ത് സുഡാനെ പറ്റി. അന്നാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സൗത്ത് സുഡാൻ എന്നുള്ളൊരു കൺട്രി ഞാൻ കേൾക്കുന്നത് തന്നെ. പെട്ടെന്ന് ഞാൻ യൂട്യൂബൊക്കെ എടുത്ത് നോക്കി. നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഒട്ടും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വീഡിയോസ് ഞാൻ അന്ന് കണ്ടത്. കാരണം അത്രമാത്രം ഓക്കെ ആഫ്രിക്കയെ പറ്റി ഐഡിയ ഉണ്ട്, പക്ഷെ ഇത്രമാത്രം ഹീനമായി കിടക്കുന്ന വ്യക്തികളാണല്ലോ എന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കാനായിട്ട്. കാരണം ഞാൻ 21-ാമത്തെ നൂറ്റാണ്ടിൽ നിന്ന് ജീവിക്കുമ്പോഴും ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് എനിക്ക് അന്നാണ് മനസ്സിലായത്. കാരണം വസ്ത്രമില്ല, ഒന്നുമില്ല, പശുവിന്റെ മൂത്രം കുടിക്കുകയും അങ്ങനെ അവരുടെ ജീവിതം കണ്ടത്. കാരണം സൗത്ത് സുഡാനിലെ ഒരു ട്രൈബാണ് മുണ്ടാരി ട്രൈബ്. ദേഹമാസകലം അവര് ഈ ഭസ്മമൊക്കെ ഇട്ട് ഈ ചാരമൊക്കെ വാരി തേച്ച് അങ്ങനെ വല്ലാത്തൊരു പ്രാകൃത രീതിയിൽ നിൽക്കുന്ന, പക്ഷെ ഇത് കാണുമ്പോൾ ഒരു ഭീകരത തോന്നുമെങ്കിലും അന്ന് എനിക്കറിയത്തില്ല ദൈവം എൻ്റെ ജീവിതത്തിൽ മനസ്സിൽ പറ്റിയ ഒരു സമാധാനം നൽകാനായിട്ട് ഇടയായിത്തീർന്നു. കാരണം ഇത്രയും ഭീകരത അന്തരീക്ഷം ഞാൻ അതിനകത്ത് കണ്ടെങ്കിലും എനിക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഒരു മനസ്സിൽ ഒരു പീസ്ഫുൾ സിറ്റുവേഷൻ ആണ് എനിക്ക് അന്ന് ഫീൽ ചെയ്യാനായിട്ട് ഇടയായിട്ട് തീർന്നത്. എന്നിട്ട് ഞാൻ പാസ്റ്ററോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാം, അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ റെഡിയാവും, പക്ഷെ എനിക്ക് വീട്ടിൽ കൂടി ചോദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ സൺഡേ ചാപ്പലിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോവാണ്, ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കാനായിട്ട്. എനിക്കറിയത്തില്ല അവരുടെ റെസ്പോണ്ട് എങ്ങനെ ആയിരിക്കും, പക്ഷെ എനിവേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് അന്ന് ഞാൻ എൻ്റെ ചരിത്രം മൊത്തം പറഞ്ഞു. ബിഹൈൻഡ് സ്റ്റോറീസ് എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹം, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. പെട്ടെന്ന് രണ്ടുപേരും പെട്ടെന്ന് സൈലൻ്റായി. പിന്നെ പപ്പ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോഴും ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്ന ആ ഒരു മൊമെന്റ്. കാരണം പെട്ടെന്ന് അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ക്രിസ്റ്റോ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഇപ്പോഴാണ് നടക്കുന്നത്. ഞങ്ങൾ കർത്താവിന് വേണ്ടി കൂടുതലായി പ്രവർത്തിച്ചത് അധ്വാനിച്ചത് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ യൗവനത്തിലാണ്. ഞങ്ങൾ ആ സഭകൾ വിശ്വാസികളെ നേടിയതും സഭ സ്ഥാപിച്ചതും എല്ലാം ഞങ്ങളുടെ നല്ല യൗവനത്തിലാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഇപ്പം ചെയ്യണം, പിന്നീട് 40 വയസ്സായിട്ട് പോകാൻ ഓർത്ത് നടക്കത്തില്ല എന്ന് പറഞ്ഞു. നീ ഞങ്ങളെ നോക്കണ്ട, നീ പൊക്കോളാൻ പറഞ്ഞു. മമ്മി പറഞ്ഞു, കർത്താവിന് വേണ്ടിയല്ലേ, നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അതെന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഞാൻ അങ്ങനെ ഒരു പ്രതികരണം എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടാകും. കാരണം കർത്താവിനെ പരമാർത്ഥതയോടെ സേവിക്കുന്ന മാതാപിതാക്കളാണ് എനിക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാനായിട്ട് പറ്റും. അവരുടെ ജീവിതം ഞങ്ങൾക്ക് വലിയൊരു പാഠമാണ്. കാരണം എനിക്ക് ഈ സമയത്തെ അവരെയൊക്കെ പറയാൻ പറ്റുള്ളൂ, ബഹുമാനിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഓപ്പണായ സദസ്സിൽ എൻ്റെ മാതാപിതാക്കളെ, കാരണം അവർ ജീവിതത്തിൽ ഇതുവരെ കണ്ടതിൽ ഞാൻ ഏറ്റവും നല്ല വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കാനായിട്ട് ദൈവം അവർക്ക് കൃപ ചെയ്തു. അവരുടെ മക്കളായി ജനിക്കാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. കാരണം ഒന്നുമില്ലാതെ കിടന്ന ഞങ്ങളെ അപ്പൻ ഈ കറുത്ത വേദപുസ്തകം എടുത്തുള്ളതിന്റെ മാന്യത മാത്രമേ ഞങ്ങൾക്ക് ഇന്നും കിട്ടിയിട്ടുള്ളൂ. അതിന്റെ മാന്യത ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ അനേക പേരെ ഫേസ് ചെയ്ത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോലും കർത്താവിനെ ഉപയോഗിക്കുന്നത്. ഇപ്പം അതിനുശേഷം പിന്നെ കാര്യങ്ങൾ ഇത് ക്രമീകരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പം എങ്ങനെ വിസ എടുക്കുമെന്നോ എനിക്കൊന്നും അറിയത്തില്ല. അതിനുശേഷം വിസ ഒരാളെ കോണ്ടാക്ട് ചെയ്യണം. ഒരാൾ രാജ്യത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അതിന് പിന്നെ സെർച്ച് ചെയ്ത് എല്ലാം കണ്ടുപിടിക്കാൻ ഒന്നും നോക്കിയിട്ട് ആളെ കിട്ടുന്നില്ല. പാസ്റ്റർക്ക് അവിടെ നിന്നുള്ള വിസ പ്രൊസീജിയർ മാത്രമേ അറിയത്തുള്ളൂ, ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയതല്ല. അങ്ങനെ ഡൽഹിയിൽ ആ സമയത്ത് മിഷൻ ട്രിപ്പ് പോയത്, ഡൽഹിയിൽ പോയി അങ്ങനെ അവരുടെ സൗത്ത് സുഡാൻ എംബസി ചെന്നിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് ഇങ്ങനെ പോകണം. അപ്പൊ അവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ആ പോകുന്നതിന്റെ 1 മാസം മുമ്പ് ഒന്ന് വന്ന് തന്നാൽ മതി, കാര്യങ്ങൾ ഇന്ന പേപ്പറാ വേണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡയറക്റ്റ് ഞാൻ എംബസി പോയി ചോദിച്ച്, ഒരു അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ പോയി ചോദിച്ച് ഞാൻ വിസ എടുത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ അപ്പം വിസ എടുക്കുന്ന സമയത്ത് മുമ്പ് അപ്പൊ വീട്ടിൽ പറഞ്ഞു, എന്തായാലും നീ പോവല്ലേ, എന്നാ ഒരു കാര്യം ചെയ്യ്, നീ കല്യാണം കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ അതിനുശേഷമാണ് ഞാൻ, അപ്പൊ എനിക്ക് 27 വയസ്സുള്ളൂ. അപ്പൊ 27 വയസ്സായി കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഇപ്പം അതിനെ അന്വേഷിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപയ ജൂലൈ 6-ാം തീയതി 2022 എൻ്റെ വിവാഹം നടത്താനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ വൈഫ് റീന ബേബി, അവൾ തണ്ണിത്തോടാണ് സ്വദേശം. ഇവിടെ നാട്ടിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ദൈവകൃപയാൽ നല്ലൊരു കുടുംബജീവിതം ദൈവം എനിക്ക് നൽകുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം ഞാൻ ചെന്ന് ആദ്യം പറഞ്ഞപ്പോൾ, കാരണം ഞാൻ ആദ്യം പറഞ്ഞ വാക്യതാണ്, എനിക്കൊന്നും പറയാനായിട്ടില്ല,
എൻ്റെ മുന്നിൽ ശൂന്യത മാത്രമേ ഉള്ളൂ, ആ ശൂന്യതയിലേക്ക് വരാൻ റെഡിയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരി അതിനെല്ലാം സമ്മതിക്കാനായിട്ട് ഇടയാത്തി വന്നു. ഇന്ന് എൻ്റെ ഈ 2 വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എപ്പോഴും എൻ്റെ ജീവിതത്തിൽ വലിയ സപ്പോർട്ടും എല്ലാം. കാരണം അതിനുശേഷം ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് 90 ദിവസം തികയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഫാമിലിയെ വിട്ട്, എല്ലാവരെയും വിട്ട്, നാട്ടുകാരെ വിട്ട്, എല്ലാവരും വിട്ട്, ഞാൻ ഒന്നും അറിയാത്ത, ആരുമില്ലാത്ത ഒരു മലയാളിയോ ഒരു ഇന്ത്യക്കാരോ ഒരു മനുഷ്യനെയും പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് 2022 സെപ്റ്റംബർ 27 സൗത്ത് സുഡാനിൽ കാലുകുത്താൻ ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ യാത്ര, എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര എല്ലാം അതാണ്. അപ്പം ജീവിതത്തിൽ ഒത്തിരി വിഷമം എനിക്കുണ്ടായിരുന്നു. കാരണം അറിയാം, നോർമലി സ്വാഭാവികമായിട്ടൊരു കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് പോകുക എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ കർത്താവ് ആ സാഹചര്യങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാൻ എനിക്ക് കൃപ ചെയ്തു. അങ്ങനെ 27 അവിടെ ചെന്ന് അന്ന് എൻ്റെ പാസ്റ്ററുകൾ ഒന്നിച്ചുണ്ടായിരുന്നു. പാസ്റ്ററുകൾ വഴി വിളിച്ച് ജോയിൻ ചെയ്തു. അങ്ങനെ ഒരുമിച്ച് സൗത്ത് സുഡാനിലെത്തി. പക്ഷേ ഞാൻ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഈ ഇവരുടെ നമ്മുടെ ഒരു നേച്ചർ, നമ്മുടെ ഇന്ത്യക്കാരുടെ നേച്ചർ ഉള്ള ചിന്താഗതി ആയിരിക്കുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇറങ്ങിച്ചേരുന്നത്. പക്ഷെ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് ഇതല്ല, ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച സൗത്ത് സുഡാൻ അല്ല എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലാകാനായിട്ട് ഇടയായത്. കാരണം നമ്മളെ എങ്ങനെയും പറ്റിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിച്ച്, നമ്മളെ എങ്ങനെയും ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിലേക്കാണല്ലോ ഞാൻ ഇറങ്ങിച്ചെല്ലുന്നതെന്ന് അന്നുള്ള യാഥാർത്ഥ്യം അന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് ബാത്റൂമിൽ കഥ കടച്ചിട്ട് ഞാൻ വാവിട്ട് കരഞ്ഞു. എനിക്ക് എന്തോ ഇത് കർത്താവേ, ഞാൻ ഇത് വലിയ പ്രതീക്ഷയോടെ ഇറങ്ങി തിരിച്ചിട്ട് ഇവരുടെ നടുവിലാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചില്ല. അന്ന് വാവിട്ട് കരഞ്ഞു ഞാൻ. എന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്നേരം തന്നെ എൻ്റെ വൈഫ് എന്നെ ആ സമയത്ത് വിളിച്ച് അവൾ എന്നെ ആശ്വസിച്ചു. പക്ഷെ അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു സമാധാനമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് ഞങ്ങൾക്കൊരു 480 കിലോമീറ്റർ ബൈ റോഡ് പോകണം ഞങ്ങളുടെ സ്ഥലത്തേക്ക്. പിന്നീട് ഞങ്ങൾക്കൊരു ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പം അത് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത് 20-25 പേർക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന മണ്ണിലാണ് എയർപോർട്ട് റൺവേസ് ഒന്നും ഇല്ലാത്ത ഒരു എയർപോർട്ടിലാണ് ഞങ്ങൾ ഇറങ്ങേണ്ടത്. അത് ഒരു കണ്ടെയ്നർ മാത്രമാണ്, ഒരു എയർപോർട്ട് എന്ന് പറയുന്ന ഒരു 2 കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഞങ്ങൾ അപ്പം അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചെന്ന് പോകുന്നു. അവർ ചെന്നത്തേന് കുറച്ച് പ്രശ്നം അവിടെ ഉണ്ടായി. ലഗേജിന്റെ ഇഷ്യൂസിൽ ബേസ് ചെയ്തിട്ട് എയർലൈൻസുകാർ സമ്മതിക്കുന്നു, പക്ഷെ മറ്റുള്ളവർ സമ്മതിക്കുന്നില്ല. അവസാനം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അവർ എടുത്തുകൊണ്ട് പോയി. അവസാനം ഞങ്ങൾ അത് വേറൊരുത്തനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ അവിടെ സാധനം ഞങ്ങൾ ഇട്ടിട്ട് പോകാനായിട്ട് ഇടയായിട്ടാണ്. അവിടെ ചെന്ന് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങളുടെ ബാഗിൽ കയറ്റി വിട്ടു, എല്ലാം കിട്ടി. ഏറ്റവും ഡോറിൻ്റെ അവിടെ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഫ്ലൈറ്റ് റൺവേ കയറി, ഫ്ലൈറ്റ് പോയെന്ന് പറഞ്ഞു. ഇത്രയും കഷ്ടം സഹിച്ചിട്ട് അവിടെ ചെന്ന് ലാസ്റ്റ് മൊമെന്റ് ചെന്നപ്പം ഫ്ലൈറ്റ് ഇല്ല. കാരണം ഞങ്ങൾ എല്ലാം എടുത്ത് നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് എല്ലാം തന്നത്. അവസാനം റൺവേ ചെന്നപ്പോൾ നിങ്ങൾ ഫ്ലൈറ്റ് ഇല്ല. അന്ന് എന്തോ ചെയ്യുന്നു ആലോചിച്ച് വളരെ വിഷമത്തോട് നിൽക്കുമ്പോഴത്തേനും ഒരു ലേഡി അവിടെ നിന്ന് കടന്നു വന്നു. അവർ ചോദിച്ചു എന്താ പറ്റുന്നത് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഫ്ലൈറ്റ് പോയി. എന്നാൽ അവർ പറഞ്ഞു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ അടുത്തൊരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്, നിങ്ങളുടെ പൈസ ഉണ്ടോ ചോദിച്ചു. ഞങ്ങൾ പൈസ കൊടുത്ത് ബോർഡിംഗ് പാസോ ഒന്നുമില്ലാതെ ആ ലഗേജ് ഓൾറെഡി മറ്റേ ഫ്ലൈറ്റിൽ പോയി, അന്ന് പൈസ കൊടുത്ത് ആ ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് പോയി സീറ്റേ കയറിയിരുന്ന് നമ്മൾ KSRTC എങ്ങനെ പോയി എന്നതുപോലെ ഫ്ലൈറ്റേ കയറി പോയ വ്യക്തികളാണ് ഞങ്ങൾ. അന്നൊരു ലഗേജ് ഏറ്റവും പുറകിൽ ഞങ്ങൾക്ക് ആ ലഗേജിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു സ്ഥലം കിട്ടി. അങ്ങനെ ഫ്ലൈറ്റ് കയറി ഞങ്ങൾ യാത്ര ചെയ്ത് ഞാൻ ആകാശം നോക്കുമ്പോൾ കുടിലുകൾ മാത്രമേ ഉള്ളൂ, ഒന്നും കാണാനില്ല, ഒരു മരവും ഒന്നും കാണാൻ പറ്റാത്ത. ഇങ്ങനെ ഞാൻ ഇത് നോക്കി. കാരണം പണ്ട് ഈ ഡേവിഡ് ലിവിങ്സ്റ്റനെ പറ്റി കേട്ടുള്ളപ്പം ആ ഒരു ചിത്രവും ആ ഒരു അതൊക്കെ നീ മനസ്സിലാക്കി. കർത്താവിന് ഇത്തരം നരകോപജികളായ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ചിത്രം പോലെയൊക്കെ എനിക്ക് അന്നേരം ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അങ്ങനെ ഞാൻ ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. പിന്നെ വലിയ സ്വീകരണമൊക്കെ ഉണ്ടായി. എന്നിട്ട് ഞാൻ ആദ്യം ചെന്ന് കയറുമ്പോൾ വലിയ ആൾക്കാരും ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം അന്നേരം മുമ്പേ വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങളുടെ താമസിക്കാനുള്ള അവിടെ ഒരു ലോക്കൽ പാസ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത സമയത്ത് അപ്പൊ അദ്ദേഹം കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു കുടിലിൽ താമസിക്കാനായിട്ട് പോകും. കാരണം സൗത്ത് സുഡാനിൽ നമുക്ക് കട്ട കെട്ടിയ ഒരു ബിൽഡിങ്ങോ ഒന്നും കാണാനായിട്ടില്ല. അതിനുശേഷം ഇപ്പൊ നമ്മൾ പുല്ലിട്ട മാത്രമുള്ള വീടുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അങ്ങനെ പക്ഷെ മെന്റലി ഞാൻ പ്രിപ്പയർ ആയിരുന്നു ആ ഒരു വീട്ടിലേക്ക് താമസിക്കാനായിട്ട്. അങ്ങനെ 2 ആഴ്ച പാസ്റ്ററിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പാസ്റ്ററിന്റെ കൂടെ പോകും, ആ ഗ്രാമത്തലവനെയൊക്കെ വെച്ച് അവരെല്ലാം വന്ന് ഇൻവൈറ്റ് ചെയ്ത് വെൽക്കം ചെയ്തു, അതൊക്കെ ചെയ്തു. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പം പാസ്റ്ററിന്റെ പോയി. എൻ്റെ ജീവിതത്തിൽ ഭയങ്കര നിരാശ വരാനായിട്ട് ഇടയായി. കാരണം എനിക്ക് ഇനി ആരുണ്ട് സംസാരിക്കാൻ? ഇംഗ്ലീഷ് നേരെ ചൊവ്വേ വശമില്ല, ഒരു മനുഷ്യനോട് സംസാരിക്കാൻ അറിയത്തില്ല, ആദ്യമായിട്ട് പുറത്തോട്ട് പോവുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഫോൺ നെറ്റ്വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഒരു നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സിഗ്നൽ ദേവി എവിടെയെങ്കിലുമൊക്കെ പോയി ഒരു അറ്റം പറയും, 1 മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റ് കട്ട, പിന്നെ അടുത്ത വാക്ക് വീണ്ടും 2 മിനിറ്റ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന എൻ്റെ 3 മാസം
ഞാൻ 3 മാസം ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. ഒരു മനുഷ്യനോട് സംസാരിക്കാൻ കൊതിച്ചിട്ടുണ്ട് അന്ന് രാത്രി. പല രാത്രികളും വിശപ്പ് കൊണ്ട് കിടന്ന് ഉറങ്ങാൻ കഴിയാതെ ഇരുന്ന രാത്രി എൻ്റെ ജീവിതത്തിലുണ്ട്. കാരണം ഫുഡ് കിട്ടാനില്ല. എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങിക്കാൻ പോകണമെങ്കിൽ 70-75 കിലോമീറ്റർ റുമ്പക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. അവിടെ ചെന്ന് ഇന്ത്യക്കാരുടെ ഫുഡ് ഒന്നുമില്ല, അവരുടെ ലോക്കൽ ഫുഡ്. പച്ചക്കറിയില്ല, ഒരു സാധനമില്ല, ഒന്നുമില്ലാതെ ജീവിതത്തിൽ ഒത്തിരി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ അന്ന് ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ ചിന്തിച്ചു, കർത്താവേ, എനിക്ക് ഒരു മനുഷ്യരോട് സംസാരിക്കാൻ ആരുമില്ലല്ലോ, എനിക്ക് ആരെങ്കിലും ഒരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എത്ര നല്ലതായിരുന്നു എന്ന്. കാരണം ഒന്ന് സംസാരിക്കാവല്ലോ എന്നുള്ള ചിന്താഗതി ഞാൻ ആയിരം സമയത്താണ്. പക്ഷെ കർത്താവ് ആ സമയത്തും കർത്താവിന്റെ കരം ഒത്തിരി അനുഭവിച്ചറിയുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടില് വീട്ടിൽ പട്ടിണി എന്ന സാധനം ഞാൻ അനുഭവിക്കാത്ത വ്യക്തിയാണ്. എൻ്റെ പിതാവ് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കത്ത് വില അനുവദിച്ച് ഞങ്ങളാരും പട്ടിണി കിടന്നില്ല. പക്ഷേ അവസാനം ചെന്ന് പട്ടിണി കിടക്കാനും ഒക്കെ കർത്താവ് എന്നെ സഹായിച്ച്. പല രാത്രികൾ ഒന്നും കഴിക്കാനില്ലായിരുന്നിട്ട് സവാള അരിഞ്ഞ് നാരങ്ങ പിഴിഞ്ഞ് കഴിച്ചിട്ട് അന്തി ഉറങ്ങിയ നിമിഷം എൻ്റെ ഉണ്ട്. വെള്ളം കുടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വെള്ളം കളയല്ല, കാരണം തിളപ്പിച്ച് കഴിയുമ്പോൾ ഈ വെള്ളം മൊത്തം മഞ്ഞ കളറാവും. അവസാനം അതും കുടിച്ച് കിടന്നുറങ്ങി. അതിൻ്റെ ഇടയിൽ എനിക്ക് മലേറിയ പിടിപ്പെട്ടു. ഇതിനു മുമ്പ് മലേറിയയുടെ മെഡിസിൻ ആയിട്ട് ഞാൻ കൊണ്ടുപോയി. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് വീണ്ടും മലേറിയ വന്നു. അങ്ങനെ എൻ്റെ ആദ്യത്തെ മലേറിയ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഒരു മനുഷ്യനെ വിളിക്കാൻ പറ്റില്ല. അന്ന് ഞാൻ അവിടെ കിടന്ന് രാത്രിയിൽ എനിക്ക് മലേറിയ കൂടി ഞാൻ ദേഹമാസകലം വേദന എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലായി തീർന്നു. കാരണം കറണ്ട് എല്ലാം ഒന്നുമില്ല ആ സമയത്ത്. ഫാൻ ഇടാൻ പറ്റത്തില്ല, ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ നിൽക്കുക. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ഞാൻ 11 മണി ആയിട്ട് ഞാൻ അന്ന് ആരെങ്കിലും ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ഒരു മനുഷ്യൻ പോലും എന്നെ തിരിഞ്ഞു നോക്കാൻ അന്നില്ലായിരുന്നു. കാരണം അവരാരും ഞാൻ 11 മണിയായിട്ട് എന്നെ പുറത്ത് കാണാത്ത ഒരു മനുഷ്യൻ എന്നെ തേടി വന്നിട്ട. തൊട്ട അയലത്ത് ലോക്കൽ ആൾക്കാരുണ്ട്, പക്ഷെ അവരാരും വന്നിട്ടില്ല. കാരണം നമ്മൾ ഈ ഒരു ഗ്ലാസ് ഗ്യാസ് ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഈ കരിയുണ്ട്, ആ കരി കത്തിച്ച് വേണ്ടിട്ട് വേണം നമ്മൾ എന്തെങ്കിലും വെള്ളം തപ്പിക്കാൻ. ഈ കരി ഊതി കത്തി തീ ആക്കി വരണത്തിന് നമുക്ക് എടുക്കും 1/2 മണിക്കൂർ. അതോടെ വെള്ളം കുടിക്കണമെന്നുള്ള ആഗ്രഹവും പോവും, എല്ലാം പോവും. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ അന്ന് അവസാനം ഞാൻ ഗത്യന്തരം ഇല്ലാതെ ഞാൻ ഓർത്ത്, കർത്താവെ ഞാൻ മരിക്കും, എൻ്റെ ലൈഫ് ഇതുകൂടെ തീരുമെന്ന് ഞാൻ ചിന്തിച്ച് അന്നേരം അതിനു മുമ്പ് ഞങ്ങൾ ഒരു കാത്തലിക് അച്ഛനുമായിട്ട് പോയി പരിചയപ്പെട്ടാണ്. ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ അപ്പുറം കത്തോലിക്ക ഒരു ഉഗാണ്ടയിലുള്ള ഒരു അച്ഛനുണ്ട്. അപ്പൊ അച്ഛന്റെ നമ്പർ എൻ്റെ ഉണ്ട്. അവസാനം എൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞ, എന്തെങ്കിലും ചെയ്യും, അച്ഛനെങ്കിലും വിളി, ആരെങ്കിലും വിളി. ഞാൻ പറഞ്ഞ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കണ്ടേന്ന് ഓർത്ത് ആദ്യത്തെ സാഹചര്യം ആയതുകൊണ്ട് അങ്ങനെ ഞാൻ അവരുടെ നെമ്പത്തിന് ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്ക് എന്തൊക്കെയോ ഇതൊക്കെ വേദന, എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്നു, എനിക്ക് നിൽക്കാൻ തലവേദന, തല കറങ്ങുന്നു, എൻ്റെ ദേഹം ആസകലം വേദന, എനിക്ക് എന്താ പറയാനില്ല, നാക്ക് കുഴഞ്ഞു പോകുന്നു. എന്താ പറയുക, മോനെ നീ വെയിറ്റ് ചെയ്ത്, ഇത് മലേറിയ വേറൊന്നും അല്ല, നീ റെഡി ആയിട്ടിരുന്നു, ഞാൻ ഇപ്പം വരുമെന്ന് പറഞ്ഞു. പുള്ളി ഒരു 20 മിനിറ്റ് കൂടി എന്നോട് എത്തി. എൻ്റെ ലഗേജും സാധനമെല്ലാം എടുത്ത് പുള്ളി എന്നെ എടുത്തിട്ട് പുള്ളിയുടെ സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ് ചെയ്ത്. ഞാൻ പറയാമല്ലോ, എനിക്ക് ആരുമില്ലെന്ന് ഞാൻ ചിന്തിച്ച സമയത്ത് കർത്താവ് ദൂതന്മാരെ പോലെ കത്തോലിക്ക അച്ഛന്മാരെ ഉപയോഗിച്ചിട്ടാണ് എന്നെ അവിടുന്ന് വിടിയിക്കാനായിട്ട് കിടക്കുന്നത്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ മിഷനിൽ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സുമാണ്. ഇന്ന് ഞങ്ങളൊരു ഫാമിലി മെമ്പേഴ്സ്. ഇന്ന് അവരുടെ കോമഡി ഞങ്ങൾക്ക് സ്വന്തമായിട്ട് റൂം വരെ തന്ന് ഞങ്ങളെ അതേപോലെ കെയർ ചെയ്യുന്നത്. കാരണം അവിടെ പ്രൊട്ടസ്റ്റന്റ് എന്നോ ചർച്ചോ കാത്തലിക്സ് ഒന്നുമില്ല. കാരണം ഒറ്റ ഇതുകൊണ്ട് ദൈവരാജ്യ വ്യാപ്തി ഉണ്ടാക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. ഇന്ന് അവരുടെ ആ സപ്പോർട്ടും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം. ഇന്ന് ഇപ്പം എന്തെങ്കിലും ഞങ്ങൾക്ക് എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിളിപ്പുറത്ത് ആൾക്കാരുണ്ട്. ഇന്ന് അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാവരും ഞങ്ങൾ അന്ന് അങ്ങനെ അച്ഛൻ വന്നിട്ട് എന്നെ ഒരു ആഴ്ചക്കാലം അച്ഛൻ്റെ റൂമിൽ അവിടെ കൊണ്ട് താമസിപ്പിച്ച് ഞാൻ എല്ലാം റെഡിയായി. അതിനുശേഷം എന്നെ കടയിൽ കൊണ്ടുപോയിട്ട് എന്തൊക്കെ സാധനം വേണോ അതെല്ലാം വാങ്ങിച്ച് ഞാൻ ഓക്കെ ആണെന്ന് കണ്ടിട്ട് മാത്രമാണ് പുള്ളി എന്നെ വീട്ടിൽ കൊണ്ടാക്കിയത്. അതിനുശേഷം പറയും എന്തെങ്കിലും ഉണ്ടോ വിളിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടാ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇന്ത്യക്കാരനെ ഓർത്തിട്ട് ഞാൻ പോയി, മലയാളികൾ ആരുമല്ല, ഇവരാരും എൻ്റെ ആരുമല്ല. പക്ഷേ കർത്താവിന്റെ കൃപയാ ദൈവം ആ ഉഗാണ്ടക്കാരെ, ഈജിപ്തുകാരെ ദൈവം ഉപയോഗിച്ച് അവിടെ നിന്ന് ആ ഒരു വലിയ ആപത്ത് നിന്ന് രക്ഷിക്കാം. ഈ 2 വർഷത്തിന്റെ ഇടയിൽ എനിക്ക് 9 പ്രാവശ്യം മലേറിയ വന്നു. കാരണം ഈ മലേറിയയിൽ 2 തരം ഇതുണ്ട്, വൈവാക്സ് ഉണ്ട്, ഫാൽസിപ്പാറ ഉണ്ട്. അപ്പം ലാസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നത് ഫാൽസിപ്പാറ എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടകാരിയായ സെറിബ്രത്തെ ബാധിച്ച് ഡെത്ത് വരെ പോകാവുന്ന സാധനമായിരുന്നു. പക്ഷെ ഇത്രയൊക്കെ വന്നിട്ടും കർത്താവ് എന്നെ അതിശയകരമായി യാതൊരു കുഴപ്പവും കൂടാതെ ദൈവം എന്നെ പരിപാലിച്ച് നടത്താനായിട്ട് എഴുതുന്നു. അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ എനിക്ക് ആരെങ്കിലും ഒരാളെ ഹെൽപ്പിന് കിട്ടണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ കൂടെ പഠിച്ച ക്രിസ്തുരാജ് എന്ന് പറഞ്ഞ ബ്രദറിനെ
ദൈവം എനിക്ക് അങ്ങോട്ടത്തേക്ക് അയക്കാനായിട്ട് ഇടയായി തീർന്നെ. അവനോട് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് ഔട്ട് ഓഫ് ഇന്ത്യ ചിന്തിക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ഇന്ത്യയുടെ അപ്പുറത്തെ പറ്റി ചിന്തിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ക്രിസ്തു കർത്താവ് നിന്നെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, കർത്താവ് നിന്നെ കൊണ്ടുവരണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികത്തെ പറ്റി നീ ചിന്തിക്കേണ്ട, നീ ഇത് കർത്താവിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവ് വഴി ഒരുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് വഴി, അത്ഭുത വഴികൾ ഒരുക്കിയിട്ടാണ് 3 മാസത്തിന് ശേഷം ഞാൻ ക്രിസ്തുവിനെ കൊണ്ട്, അന്ന് ഞാൻ ഡിസംബറിൽ നാട്ടിൽ വന്നു. അതിനുശേഷം തിരിച്ചു പോകുമ്പോൾ ഞാൻ അവനെ കൂടെ കൊണ്ടുപോയിട്ടാണ് പോകാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഇതിന് മുമ്പായിട്ട് ഞാൻ എനിക്കൊരു ഫിലിം യൂണിറ്റ് ഉണ്ട്. അപ്പം ആ സമയത്ത് ഈ ചർച്ച് കാര്യങ്ങളൊന്നും ഇല്ല, കാരണം ജസ്റ്റ് അന്ന് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സ്കൂളിലെ കാര്യം ജസ്റ്റ് നോക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഫിലിം മിനിസ്ട്രി ചെയ്യണമെന്ന് യൂണിറ്റ് എൻ്റെ ഉണ്ടായിരുന്നു. അപ്പം അത് എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെ ഞാൻ ഈ വീടിന്റെ ഫ്രണ്ടിൽ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ ഇതെല്ലാം വലിച്ചു കെട്ടി. എന്നിട്ട് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാൻ ഓർത്തിട്ട് ഞാൻ ഓണാക്കി ഇട്ടു. അപ്പോൾ ഒരു 10-30 പേര് രാത്രിയിൽ അയലോക്കത്ത് ഞാൻ അനൗൺസ്മെന്റ് ഒന്നും കൊടുത്തില്ല, ആരോടും പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പം ഒരു 10-30 പേര് അന്ന് വീടിന്റെ ഫ്രണ്ടിൽ വന്നു. അത് കഴിഞ്ഞപ്പിന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറയണമല്ലോ എന്ന്. കാരണം 2.5 മണിക്കൂർ ജീസസ് ഫിലിം ഉണ്ട് അവരുടെ ലാംഗ്വേജിൽ, ഡിങ്ക ലാംഗ്വേജിൽ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറയണമല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ പെട്ടെന്ന് നാട്ടിലുള്ള ഒരു അച്ഛന് വോയിസ് മെസ്സേജ്, അച്ഛാ ഇത് കഴിഞ്ഞിട്ട് എന്തോ പറയണ്ടേ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അച്ഛൻ ഒരു വോയിസ് മെസ്സേജ് എനിക്ക് തിരിച്ചയച്ചു. ഞാൻ അന്ന് ആ ഇരുണ്ട വെട്ടത്തിൽ ഇരുന്നിട്ട് ഞാൻ ഇത് ഒരു ഡയറിക്കകത്ത് എഴുതിയെടുത്തു. എന്നിട്ട് ഒരു 2 പേജ് ഡയറിയിൽ എഴുതിയെടുത്തിട്ട് ലാസ്റ്റിൽ ഞാൻ ഈ ഫിലിം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് എന്നിട്ട് വായിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. കാരണം ഞാൻ ഇംഗ്ലീഷ് പ്രസംഗിക്കാൻ എനിക്ക് അറിയത്തില്ല, ഞാൻ പ്രസംഗിച്ചിട്ടില്ല. അപ്പം ഇത് എന്നിട്ട് ഞാൻ വായിച്ചു. അതിനുശേഷം ഞാൻ ഇത് അടച്ചു വെച്ചു. ദൈവമേ, അതിനുശേഷം ഞാൻ 1/2 മണിക്കൂർ ഇംഗ്ലീഷ് പ്രസംഗിച്ച് കർത്താവിന്റെ നാമം മഹത്വത്തിനായിട്ട് പറയട്ടെ. അന്ന് 7 പേര് യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാനായിട്ട് ഇടയെത്തുന്നു. അതിനുശേഷം അപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ആവേശമായി. കാരണം വീണ്ടും എനിക്കൊന്നും അറിയാത്ത എന്നെ കൊണ്ട് കർത്താവ് ആ സമയത്ത് 7 പേരെ കർത്താവിലേക്ക് എത്തിക്കാനായിട്ട് എന്നെ ഞാൻ സഹായിച്ചു. അതിനുശേഷം അടുത്ത ആഴ്ച വീട്ടിൽ മിനിസ്റ്റർ ചെയ്തു. 11 പേര് യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച്. അതിനുശേഷം വീണ്ടും ഞാൻ അടുത്തടുത്ത് പോയി ചെയ്തു. അങ്ങനെ അനേക പേര് കർത്താവിലേക്ക് നേടുവാൻ എന്നെ കർത്താവ് ഇടയാക്കി. ആ ഒരു സമയത്ത് ഇടയാക്കി തന്നെ ഞാൻ ദൈവനാമത്വത്തിനായിട്ട് പറയാം, നേടിയതായിട്ട് അധ്വാനിച്ചതായിട്ട് എനിക്ക് ഒന്നും തന്നെ പറയാനില്ല. കർത്താവ് തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. 2 വർഷത്തെ കാലയളവിൽ 300-ലധികം ആൾക്കാരെ കർത്താവിലേക്ക് നേടുവാൻ കർത്താവ് അടിയനെയും അതിന്റെ കൂട്ടുള്ള സഹോദരങ്ങളെ കർത്താവ് ഉപയോഗിച്ച് ഇന്നും ദൈവത്തിന്റെ അത്ഭുതമാർന്ന വേല ചെയ്യുവാനായിട്ട് ദൈവം ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പം ക്രിസ്തുവിനെ കൊണ്ടുവന്നുള്ള ആഗ്രഹത്തിൽ ഞാനായിരുന്നു. പക്ഷേ പാസ്റ്റങ്ങൾ വിളിച്ചു പറഞ്ഞു, മോനെ ഇപ്പം നീ വന്നതല്ലോ, അപ്പൊ അതിൻ്റെതായ ഒരു എക്സ്പെൻസ് ഉണ്ട്. നീ ട്രൈ ചെയ്യ്, നിന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുന്ന കണ്ട് ബാക്കി ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നോക്കി ഫസ്റ്റ് നോക്കാന്ന് പറഞ്ഞു. അത് ഞാൻ പല വാതിലുകളും മുട്ടി, എന്നെ കൊണ്ട് അറിയാവുന്ന കോണ്ടാക്ട്സ് വെച്ചിട്ട് ഞാൻ പല വാതിലും മുട്ടി. ഒറ്റ വാതിലും എനിക്ക് തുറന്നില്ല. ആ സമയത്താണ് ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നത്. വോയിസ് ഓഫ് ആഫ്രിക്ക സൗത്ത് സുഡാൻ എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇറങ്ങുന്നത്. അപ്പം അതും വേറൊരു അച്ഛന്മാരുടെ അടുത്ത് നമ്മുടെ നെറ്റ്വർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ അച്ഛന്മാരുടെ അടുത്ത് പോകുമ്പം അവരുടെ അടുത്ത് ചിലപ്പോൾ നെറ്റ് ഉണ്ട്, എന്നിട്ടാണ് സെൻഡ് ചെയ്തത്. എന്നിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്തത് ഞാനൊന്നുമല്ല, വേറെ ആളെ കൊണ്ട് എഡിറ്റ് ചെയ്ത് അവർ തന്നെ കയറ്റി വിടുക. പല വീഡിയോസും പല വീഡിയോസും ഞാൻ കണ്ടിട്ടില്ല. നാട്ടിൽ വരുമ്പോഴാണ് ഞാൻ ഇതൊക്കെ വീഡിയോ തന്നെ കാണുന്നത്. അങ്ങനെയാണ്. പക്ഷെ അന്ന് ആ വീഡിയോ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് കർത്താവ് ഏതൊക്കെയോ രീതിയിൽ ഈ വീഡിയോ ഒക്കെ പോയി. അന്ന് ഒരു രാത്രിയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ആന്റി എന്നെ വിളിച്ചിട്ട്, അമേരിക്കയിൽ നിന്ന് മേരിക്കുടി ആന്റി ഉണ്ട്, ആ ഒരു ആന്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ആന്റി എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് കാര്യങ്ങളിൽ പോകാനുണ്ട്, പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ ഫ്രണ്ടിനെ കൊണ്ടുവരണമെന്നുണ്ട്, കണ്ടിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് വേണ്ടി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ദൈവം ആന്റി മുഖാന്തരം അന്ന് വേണ്ടുന്ന ഹാഫ് ഓഫ് ദി എമൗണ്ട് ആന്റിയിലൂടെ കർത്താവ് നൽകുക. പിന്നെ വേറൊരു ചർച്ച് യൂത്ത് മുഖാന്തരം കർത്താവ് അടുത്ത റിമൈനിങ് ആണ്. അങ്ങനെ വലിയൊരു അത്ഭുതം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് ഇടയായിട്ട് തീർന്നു. സൗത്ത് സുഡാന്റെ കൾച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒട്ടും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരു കൾച്ചറാണ് സൗത്ത് സുഡാനുള്ളത്. കാരണം നോർമലി അറിയാം, ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സ് വരുന്നത് ബ്ലാക്ക് മാജിക്, വിച്ച് ക്രാഫ്റ്റ്, പോളിഗമി, ഈ കാര്യങ്ങൾ തന്നെ. ഇത് തന്നെയാണ് ഒട്ടുമിക്ക ആഫ്രിക്കൻ കൺട്രീസിലും നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾ. കാരണം ഈവൻ സൗത്ത് സുഡാൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ കൺട്രിയാണ്. പക്ഷെ
സത്യമായിട്ട് ഞാൻ പറയാം, ഒരു ക്രിസ്ത്യൻ കൺട്രി എന്ന ലേബൽ കൊണ്ട് ക്രിസ്ത്യൻസ് ഉള്ള ഇവർക്ക് അതിന്റെ അനുഭവത്തിന്റെ ഒരു കാര്യം പോലും ഇവർക്ക് ആർക്കും തന്നെ കണ്ടെത്താൻ ഞങ്ങൾക്ക് എന്റെ 2 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ ഞങ്ങൾ കണ്ടില്ല. കാരണം അവരിപ്പോഴും പണ്ട് അവരുടെ എങ്ങനെയാണോ ജീവിച്ച പ്രാചീന കാലത്ത് ജീവിച്ച രീതിയിൽ തന്നെ അവരുടേതായ മന്ത്രവാദവും ഇതും കുരുതി കൊടുത്തും ആ രീതിയിൽ തന്നെ പ്രാകൃതമായിട്ട് തന്നെയാണ് അവര് ജീവിക്കുന്നത്. അപ്പം നമ്മള് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ കൊച്ചിലെ ജനിച്ചു വരുമ്പോഴേ പറയുന്ന മോഷ്ടിക്കരുത് എന്നുള്ളത് നമ്മളെല്ലാം പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ അവരുടെ കൾച്ചറിൽ സ്റ്റീലിങ്ങിനെ അവർ പ്രൊമോട്ട് ചെയ്യും. കാരണം ഇവർക്ക് ഈ പ്രായപൂർത്തിയാകുന്ന സമയം ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു ടൈമുണ്ട്. അപ്പോൾ അത് ഇയർലി ഒരു 4 ഇയേഴ്സ് കൂടുമ്പോഴേ അവരുടെ ഒരു വലിയൊരു സൽക്കാരവും പരിപാടിയും ആഘോഷവും കാര്യമൊക്കെ. ഇപ്പം ആ സമയത്ത് ആ, ഈ ഈ ഈ യൗവനക്കാരായ കുഞ്ഞുങ്ങൾ എല്ലാവരും വന്നിട്ട് അവിടെ വന്നിട്ട് അവരുടെ ഡ്രസ്സ് നഗ്നരായിട്ട് അവര് ആറ്റിൽ പോയി കുളിച്ചിട്ട് പിന്നീട് അവർക്ക് കാണുന്ന ഏത് വീട്ടിൽ നിന്നും ഡ്രസ്സുകൾ മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് ഇടണം. അതാണ് അവർ പറയുന്നത്. അന്ന് തൊട്ടേ അവരുടെ ചെറു മനസ്സിൽ തൊട്ടേ അവരുടെ മോഷണം എന്നുള്ള സാധനം എന്ത് ചെയ്യുക, അവർ ഇഞ്ചെക്ട് ചെയ്ത് വെക്കുക. അത് പിന്നീട് അവർക്ക് തെറ്റാണെന്നോ അത് അങ്ങനെ ഒരു കാര്യത്തെ പറ്റിയുള്ള ചിന്ത അവരുടെ കൾച്ചറിൽ തന്നെ ഇല്ല. നമ്മളിപ്പോ ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാലും നമ്മൾ ചോദിക്കും ആരുടെയാണ് ചോദിക്കും. പക്ഷെ അവരൊന്നും ഇല്ല, കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓക്കെ അതെടുത്ത് ഉപയോഗിക്കുന്നു. അവരുടെ ആ രീതിയിൽ ആണെന്ന്. കാരണം ഇന്ന് നമ്മുടെ പുറത്ത് എന്തെങ്കിലും സാധനം കിടന്നു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് കിട്ടത്തില്ല, ആ സമയത്ത് തന്നെ പോയിരിക്കും. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് ദാരിദ്ര്യം, പട്ടിണികൾ, പട്ടിണി എന്ന് വെച്ചാൽ കഴിക്കാൻ ആഹാരം ഇല്ലാതെ. കാരണം ഈ ഒരു നവംബർ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിലുള്ള എന്തെങ്കിലും കൃഷി നടക്കുന്നത്. നവംബർ ഡിസംബറിലാണ് അതിന്റെ ഹാർവെസ്റ്റ്. ആ സമയത്തേക്ക് കഴിക്കേണ്ട ആ ഒരു കുറച്ച് കാലങ്ങൾ. പിന്നെ ഈ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന് പറയുന്നത് പട്ടിണി കാലമാണ്. ഒരു വീട്ടിലും കാണത്തില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ കഴിക്കാറുണ്ട്. അപ്പം ഉള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പം ഞങ്ങൾക്ക് ഒരു പട്ടിയുണ്ട് അവിടെ. അപ്പം ഈ പട്ടിക്ക് നമ്മൾ നോർമലി ഞങ്ങൾ കഴിക്കുന്ന ആഹാരം തന്നെ കൊടുക്കാറുണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന ഞങ്ങളുടെ കൂടെ ഞങ്ങൾ 2 പിള്ളേരെ വളർത്തുന്നുണ്ട്. അമ്മ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളും എല്ലാത്തിനും ഞങ്ങൾ അതിന് കൂടെ തന്നെ താമസിക്കും. അപ്പം തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ഒരു കൊച്ച് വന്നിട്ട് ചോദിക്കും, ഈ പട്ടിക്ക് കൊടുക്കുന്ന കണ്ടിട്ട് ചോദിക്കും, ഞാനാ പട്ടി, ആ ആഹാരം എനിക്ക് തരാം, ഞാൻ കഴിച്ചോളാം എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു എച്ചിലെടുത്ത് ആ പാത്രത്തിൽ വെളിയിൽ കൈയിടുക, എച്ചിലെടുത്ത് അതിനകത്തുനിന്ന് പോലും എടുത്ത് പിള്ളേർ കഴിക്കുന്ന ഒത്തിരി അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആരും ഒരു ആ അവിടുത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ ഒന്നും വേണ്ടത് മാത്രം എടുക്കും. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ വൈകി നേരെ അവർക്ക് കൊടുക്കും. അവരത് കഴിച്ചോളും. നമ്മളൊന്നും വേസ്റ്റ് ആക്കത്തില്ല. കാരണം അത്രമാത്രം കിടക്കുന്ന ദാരിദ്ര്യത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ ചുറ്റുമുള്ളത്. ഞങ്ങൾക്ക് സ്കൂള് ഇല്ല. ഞങ്ങൾക്ക് ഒരു സ്കൂളുണ്ട് ദേവ്രയാല്. ഇന്ന് 350-ലധികം കുഞ്ഞുങ്ങൾ ഇന്ന് ഞങ്ങളുടെ സ്കൂളിലുണ്ട്. അവർക്ക് അതേ സമയത്ത് ബെഞ്ചുകളൊന്നും ഇല്ല, മരത്തിനടിയിലാണ് സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ. ബിൽഡിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം മരത്തിനടിയിൽ തടി ബെഞ്ചുകൾ, തടിയൊക്കെ വെച്ചിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഇരുന്നിട്ട് ബോർഡില്ല, ഞങ്ങൾ തറയിൽ മണ്ണിൽ എഴുതി പഠിപ്പിച്ചാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മരത്തടികൾ ബെഞ്ചാക്കിക്കൊണ്ട്, കൈവിരലുകൾ പേനയാക്കിക്കൊണ്ട്, പൊടിനിലങ്ങൾ ബുക്കാക്കിക്കൊണ്ടാണ് അവർ വിദ്യാഭ്യാസം ചെയ്യുന്നത്. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്കൊക്കെ കർത്താവ് നൽകിയ എത്ര സുഖലോപിതയിലാണ് ഞാനൊക്കെ ജീവിച്ചത് എന്നുള്ളത് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് നമ്മളൊക്കെ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മാതാപിതാക്കളുടെ ഇടയിൽ വഴക്കുണ്ടാക്കുമ്പോഴും അതില്ല കുറഞ്ഞു പോയി എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഇതൊന്നും അനുഭവിക്കാത്ത ഒത്തിരി ഒത്തിരി ജനങ്ങൾ ഇന്നും ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അതൊക്കെ നേർക്കാഴ്ചയായി കാണാൻ ദൈവം സഹായിച്ചു. ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്ത് കൊണ്ട് ഇരിക്കുന്നു. അപ്പം സ്കൂളിൽ ഇന്ന് ദൈവകൃപയാ നന്നായി പോകുന്നു. ഞങ്ങൾക്ക് 2000 ഒത്തിരി കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരണം. പക്ഷെ ഫുഡ് കൊടുക്കേണ്ടത് കൊണ്ട് ഞങ്ങൾ ലിമിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അത്രയും സ്റ്റുഡൻസിനെ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇന്ന് നന്നായി പോകുന്നു. അതിനുശേഷം ദൈവകൃപയാൽ ഞങ്ങൾക്ക് ഒരു ചർച്ച് തുടങ്ങുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ നിൽക്കുന്നത് ഒരു ലോക്കൽ ചർച്ച്, അവിടേതായ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ ലോക്കൽ ചർച്ചിന്റെ കൂടാണ്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ചർച്ച തുടങ്ങുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഭാഷകൾ പറയാൻ നമ്മളിപ്പോ ഒരു ലോക്കലിൽ ഇപ്പം ചെന്നിട്ട് ചർച്ച തുടങ്ങി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറയും. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടുത്തെ ആ ദേവദാസൻ പറഞ്ഞു, ക്രിസ്റ്റോ ഇങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ ചർച്ചിൽ പാസ്റ്റേഴ്സ് ഒന്നും ഇല്ല, അവരവർ തന്നെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുക, ക്രിസ്റ്റോയ്ക്ക് പറ്റുമെങ്കിൽ എടുക്കാം. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, എനിക്ക് തന്നേക്കും, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആഗ്രഹിച്ചിരുന്ന നേരത്താണ് കർത്താവ് ഈന്തോ എന്ന് പറഞ്ഞ സ്ഥലത്ത്, എന്റെ സ്ഥലത്തുനിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറേ, 10 കിലോമീറ്റർ ഇന്റീരിയർ ആയിട്ട്, കാരണം റോഡില്ല, ഒന്നുമില്ല,
ഞാൻ ആദ്യത്തെ ആ സമയത്ത് ഞങ്ങൾ പോകുമ്പോൾ കാട്ടിൽ കൂടെ ഏതൊക്കെ വഴി ഏതാണെന്ന് എനിക്കറിയത്തില്ല. അവർ കാടൊക്കെ മാറ്റിയിട്ടാണ് ഞങ്ങൾ അന്ന് ആ സ്ഥലത്ത് എത്തിയത്. അന്ന് 20 പേരെ എൻ്റെ ചർച്ചിൽ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 2 വർഷം കഴിയുമ്പം 200-ലധികം ആൾക്കാർ ഞങ്ങളുടെ സഭയിലുണ്ട്. കർത്താവിന്റെ കൃപയാല് ആ സമയത്ത് ഞങ്ങളുടെ പിള്ളേരാരും സ്കൂളിൽ പോയിട്ടില്ല. എൻ്റെ ചർച്ചിലെ പിള്ളേരാരും സ്കൂളിൽ പോയിട്ടില്ല, സ്കൂൾ കണ്ടിട്ടില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ആ ഒരു സ്കൂൾ അവിടെ തുടങ്ങണം. പക്ഷെ അതിനുള്ള ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ പാസ്റ്ററുകളും ഞങ്ങൾക്ക് ഒരു ഓർഗനൈസേഷൻ സപ്പോർട്ടിലല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ കർത്താവ് വഴി തുറക്കുന്നു. പിന്നെ പാസ്റ്ററുകളുടെ അധ്വാനത്തിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. പുള്ളിക്കാരൻ പോയി നെയ്യറോട് പറഞ്ഞ് പേഴ്സണൽ സപ്പോർട്ടുകളിലൂടെയാണ് ഞങ്ങളുടെ മിഷൻ മുൻപോട്ട് പോകുന്നത്. അപ്പം ഇത് ഒരു സ്കൂൾ ഓൾറെഡി റണ്ണാണ്. ഇപ്പൊ അടുത്തൊരു സ്കൂൾ തുടങ്ങാനായിട്ടുള്ള പ്രാപ്തി ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് തുടങ്ങാൻ. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഓക്കെ, ക്ലാസ്സുകളൊക്കെ സ്കൂളുകളൊക്കെ അടുത്ത ടേം തുടങ്ങാം, അതിന്റെ മുമ്പ് സ്കൂൾ തുടങ്ങുന്ന ആഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ ഒരു രാത്രിയിൽ ഞാൻ നേരത്തെ ചർച്ചിലെ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ കുറേ ദിവസമായിട്ട് നിന്റെ പേര് എൻ്റെ മനസ്സിലേക്ക് വരിക, നിന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ചേച്ചി എന്താ കാര്യം എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു, എന്തോ എനിക്കറിയത്തില്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഇപ്പം വേറൊരു കാര്യം, അപ്പൊ അവർക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. അതിനുശേഷം ഞാൻ പറഞ്ഞു, ആന്റി ചേച്ചി ഞാനിങ്ങനെ ഒരു ആഗ്രഹത്തിരിക്കും, ഒരു സ്കൂൾ തുടങ്ങണം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ആഗ്രഹത്തിൽ ഇരിക്കുന്ന പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, അന്നത്തെ അവർക്ക് പെട്ടെന്ന് ഇൻട്രസ്റ്റ് ആയി. ഞാൻ എന്നോട് പറഞ്ഞു എത്ര ആകും, എന്താകും. എന്നോട് പറഞ്ഞു 6 പേര് വെളിപ്പെടുത്തത് ഇതുവരെ മറ്റാർക്കും അറിയത്തില്ല, ഞങ്ങൾക്ക് പാഷങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ ദൈവം ആ ഒരു കുടുംബത്തെ ദൈവം ഞങ്ങളുടെ ഒരു സ്കൂൾ തുടങ്ങാനായിട്ട് ഉപയോഗിച്ച് ഇന്നും കർത്താവ് അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫെബ്രുവരി മാസത്തില് ഒരു 6 മന്ത്സ്, ഈ ലാസ്റ്റ് ഫെബ്രുവരിയിൽ ഞങ്ങളുടെ അവിടുത്തെ രണ്ടാമത്തെ ഒരു സ്കൂൾ തുടങ്ങാൻ കർത്താവ് ഞങ്ങൾ റെഡിയാക്കി. കിൻഡർ ഗാർഡനായിട്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം എന്ത് ചെറുതായിട്ട് തുടങ്ങാം, കിൻഡർ ഗാർഡനായിട്ട് തുടങ്ങാം. അന്നേരം എത്തി 10-200 പിള്ളേര്. ഞാൻ പറഞ്ഞു ഒരു നിർവാഹം ഇല്ലെങ്കിൽ ആകെ 50 പേരായിട്ട് ചുരുക്കി ഞങ്ങളുടെ സകല വിശ്വാസികളെ മാത്രം വെച്ച്, എന്നിട്ടും കൊടുക്കണം, ഫുഡും എല്ലാം കൊടുക്കുന്നത്. അങ്ങനെ അവരും ഇന്ന് ദൈവകൃപയാൽ സന്തോഷകരമായിട്ട് പോകുന്നു. കാരണം ഇതിനിടയിൽ മലേറിയ ഞങ്ങളെ വല്ലാതെ ആക്രമിച്ചു. കാരണം ഒന്ന് കരകയറി വരുമ്പോഴത്തേന് അടുത്ത മലേറിയ പിടിക്കും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 9 തവണ വന്നു, ക്രിസ്തുവിന് 8 തവണ വന്നു. അപ്പം ഞങ്ങൾ മാറി 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 ഇത് തന്നെയുള്ളൂ ഞങ്ങൾക്ക്. കാരണം വെച്ചാൽ മലേറിയ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു അടുത്തൊരു 3 ആഴ്ച പോക്കാം, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ സാഹചര്യത്തിലെല്ലാം കർത്താവിന്റെ വലിയ കരം വിടും. ഞാൻ പറയാറുണ്ട്, എന്നെ അറിയാത്ത ഒത്തിരി പേര് എനിക്ക് വേണ്ടി ഇപ്പൊ ഇന്ത്യയുടെയും പല രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ എൻ്റെ ഒരു ആരോഗ്യത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ ഈ വചനം ഷെയർ ചെയ്യാനും എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം മുമ്പോട്ട് പോകുന്നല്ലോ. ഞാൻ ഒരു 2-3 എക്സ്പീരിയൻസ് കൂടെ, ഒത്തിരി എക്സ്പീരിയൻസ് പറയാനുണ്ട്. പക്ഷേ സമയത്തിന്റെ ലഭ്യത ഞാൻ മാനിക്കുന്നു. അപ്പം അതിനുശേഷം ഞങ്ങൾ ഒരു ക്രിസ്തു കടന്നു വന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു ഇന്റീരിയർ ആയ ഒരു പക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഫിലിം മിനിസ്ട്രിക്ക് പോകണമെന്ന് ആഗ്രഹത്തിൽ ഞങ്ങൾ ഇരിക്കാം. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇരുന്ന് ഒക്കെ ഫിലിം മിനിസ്ട്രിയിൽ പോകാം. അത് ഞങ്ങൾ മുമ്പ് ഈ സ്ഥലത്ത് പോയിട്ടുണ്ട്, അന്ന് കാട്ടിക്കൂടെ വേണം പോകാനായിട്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് യാത്ര ചോദിച്ചപ്പോൾ ഞങ്ങളൊരു ആൾക്കാരോട് അന്വേഷണം പറഞ്ഞു, ഒരു 1.5 മണിക്കൂർ മതി എത്താന്ന്. അപ്പൊ നമ്മുടെ ഒരു മൈൻഡിൽ ഒക്കെ 3 മണിക്ക് തിരിച്ച ഒരു 5:30-6 മണിക്ക് എങ്ങനെ ആയാലും എത്താമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വണ്ടി എടുത്ത് ഞങ്ങൾക്ക് ഒരു ടുക്ടുക്ക് എന്ന് പറഞ്ഞാൽ ബൈക്കിന്റെ ഫ്രണ്ട് പുറകിൽ ഒരു റിക്ഷയുടെ ഇതുള്ള ഒരു സാധനമുണ്ട്. അപ്പം അതിൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ കയറ്റി ഞങ്ങൾ ജനറേറ്റർ എല്ലാം എടുത്ത് വെച്ച് ഞങ്ങൾ അന്ന് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ഞങ്ങള് 4:30 കഴിഞ്ഞ്, 5:30 കഴിഞ്ഞ്, 6:30 കഴിഞ്ഞ്, 7:30 കഴിഞ്ഞ്, 8:30 കഴിഞ്ഞ്, 9:30 ആയിട്ട് ഞങ്ങളുടെ സ്ഥലത്ത് എത്തിയിട്ടില്ല. രാത്രി കാട്ടിനകത്തൂടാ പോകുന്നത്. ഈ എവിടെയോ കാട്ടി രാത്രി ഞങ്ങൾക്ക് വഴി തെറ്റി ഞങ്ങൾ എങ്ങോട്ടോ പോയി. അവസാനം ഞങ്ങൾ ചിന്തിച്ച്, കർത്താവെ എന്താകും, ഇതിന്റെ ഇടയിൽ പോകുന്ന വഴിക്ക് റോഡില്ല, ഈ റോഡില്ലാത്തടത്ത് ഈ വണ്ടി സാധനങ്ങൾ ഉന്തി തള്ളി കയറ്റിക്കൊണ്ട് പോകുന്നത്. അതിനിടെ 2 പ്രാവശ്യം ഈ വണ്ടി എൻ്റെ മണ്ടയിൽ മറിഞ്ഞു വീണു. എൻ്റെ ഈ തോളിന്റെ എൻ്റെ മുമ്പിന് ഈ ഇടത്തെ കൈ ഡിസ്ലൊക്കേറ്റ് ആയി. അന്ന് വീണ്ടും ഈ കൈ ഡിസ്ലൊക്കേറ്റ് ആയി പോയി. അന്ന് എങ്ങനെയൊക്കെ കെട്ടി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. അവസാനം ഞങ്ങളൊരു അവസാനം വണ്ടി എത്തി ഒരു ചതിപ്പിനകത്ത് ചെന്ന് പെട്ടു. ഒരു ഗത്യന്തരം ഇല്ലാതെ അന്ന് രാത്രി ഞാൻ ചിന്തിച്ചു. കാരണം ഈ കാടുകൾ ഹൈന എന്ന് പറയുന്ന സാധനമുണ്ട്, ഈ കഴുതപ്പുലി. ഇത് ഭയങ്കര അക്രമകാരികളായിട്ടുള്ള സാധനമാണ്. അപ്പം അതുകൊണ്ട് ആൾക്കാർ രാത്രിയിൽ ഇറങ്ങി നടക്കത്തില്ല. ഞങ്ങൾ ചെന്ന് പെട്ടു. ഒരു നിർവാഹമില്ല, നെറ്റ്വർക്ക് ഇല്ല, ഫുഡില്ല, ഒരു സാധനം ഇല്ല. അവസാനം ഓക്കെ, ഞങ്ങളുടെ ജനറേറ്റർ ഉണ്ടല്ലോ, അത് വെച്ച് ലൈറ്റെങ്കിലും ഇട്ട് കിടക്കാന്ന് ഓർത്ത് ചിന്തിച്ച് ഞങ്ങൾ കിടക്കാന്ന് ഓർത്ത് ചിന്തിച്ചിരിക്കുക.
എങ്ങനെ അപ്പോഴും ഒരാൾ തന്നെ കൂടെ ഉള്ള ഒരാൾ വന്ന് നമ്മുടെ സ്പീക്കർ ഉണ്ടല്ലോ നമുക്ക് പാട്ടിടാം, ഈ സൗണ്ട് കേട്ടിട്ട് ആരെങ്കിലും ഈ ലക്ഷ്യം വരുന്നെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്പീക്കറിൽ ഞങ്ങൾ പാട്ടിട്ടു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പത്തേനും ദൂരെ നിന്നൊക്കെ ചെറിയ ചെറിയ വെട്ടങ്ങൾ കാണാൻ തുടങ്ങി. ഞങ്ങൾ പിന്നെ ആ വെട്ടത്തെ ലക്ഷ്യമാക്കി ഞങ്ങളും ഇവിടുന്ന് ശബ്ദം ഉണ്ടാക്കും, അവർ അവിടുന്ന് ശബ്ദം ഉണ്ടാക്കും. അങ്ങനെ അതിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര കഴിച്ചു. ദൈവറിയാൽ ഞങ്ങൾ ചെല്ലുമെന്ന് നേരത്തെ ഇൻഫോം ചെയ്തിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അവര് ഞങ്ങളെ തേടി ഞങ്ങളെ ഇങ്ങോട്ട് തേടി വരുമായിരുന്നു. കർത്താവിന്റെ കൃപ രാത്രി ഒരു 10:30-11 ആയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി. ഞാന് അന്ന് രാത്രിയില് വലിയ ആഗ്രഹത്തോടെ ചെന്ന് ഇത്ര കഷ്ടപ്പെട്ട് ചെന്ന് ഫിലിം മിനിസ്റ്റർ ചെയ്യാൻ നോക്കിയപ്പോൾ ആകെ കിട്ടിയത് എനിക്ക് 11-12 പേരെ മാത്രമേ എനിക്ക് ഫിലിം മിനിസ്റ്റർ ചെയ്തു. ഞാൻ ഒത്തിരി വിഷമിച്ച് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഇത്രയും കഷ്ടപ്പെട്ട് ബന്ധപ്പെട്ട് ഇത്രയും ഇതായിട്ട് വന്നിട്ട് എനിക്ക് ആകെ കിട്ടിയത് 11 പേരുള്ളൂ. എങ്ങനെയെങ്കിലും ഞാൻ അന്നൊരു രാത്രി പ്രസംഗിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഓഫ് ആക്കി വെച്ചിട്ട് ഞങ്ങൾ അന്ന് ഒരു നൂഡിൽസ് പോലെ സാധനം പാക്കറ്റ് കിട്ടുമായിരുന്നു. അത് ഞങ്ങൾ വാങ്ങിച്ചു. അത് നേരത്തെ സ്റ്റോക്കിരുന്ന സാധനം, അതും അതെടുത്തോണ്ടാ പോയത്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ തിരിച്ചു പോകുന്ന പ്ലാനിലാണ് പോകുന്നത്. അന്ന് അത് കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ പോകാൻ നോക്കിയപ്പോൾ രാവിലെ ഞങ്ങളുടെ വണ്ടി പഞ്ചറായി. കാരണം ഈ സാധനം ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും പോകണം 5:30 മണിക്കൂർ കാട്ടിക്കൂട്ടി തിരിച്ചു നടന്നാൽ മാത്രമേ ഈ സാധനം ശരിയാക്കി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഉള്ള പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ഇതിനിടെ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ കത്തി ആകെ മറ്റേ അവസാനം ഞങ്ങൾ ഇവിടുന്ന് ഒരു ബൈക്ക് ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു. ആ ബൈക്കിന് ഞങ്ങൾ സാധനം വാങ്ങിക്കാനും ടയർ പമ്പ് കാറ്റടിക്കുന്ന പമ്പും വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് ഒരാളെ വിട്ടു. അദ്ദേഹം ഒരു 4:30 രാവിലെ വിട്ടത്. അപ്പോൾ ഒരു 4:30 ഒരു 5 മണിയാകുമ്പോൾ തിരിച്ചു വരുന്നൊരു പ്രതീക്ഷയായിരുന്നു. ഉച്ചയായിട്ട് ഇവന്റെ വിവരമൊന്നുമില്ല. പിന്നെ എങ്ങനെയോ ഏതോ കണക്ഷനിൽ ഞങ്ങൾ ചെന്ന് വിളിച്ചു വെച്ചാൽ പറഞ്ഞു, അവൻ അവിടെ ചെന്നപ്പോഴത്തേനും അവന്റെ വണ്ടി കംപ്ലൈന്റ് ആയി, ഇനി വരാൻ പറ്റില്ല, ഇനി 2 ദിവസം കഴിഞ്ഞേ വരാൻ പറ്റത്തുള്ളൂ. ജീവിതത്തിൽ അന്ന് പ്രതീക്ഷകൾ മൊത്തം അറ്റ് നമുക്ക് യോന കർത്താവിനോട് കോപിച്ചെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ആ രീതിയായിപ്പോയി. കാരണം എന്തോ ചെയ്യും ഇവിടുന്ന് എങ്ങനെങ്കിലും എന്റെ മനസ്സുകൊണ്ട് ഞങ്ങൾ എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു ഈ സ്ഥലത്തുനിന്ന് എങ്ങനെയല്ല ഒന്ന് പോകാനായിട്ട്. പക്ഷെ കർത്താവ് വിട്ടില്ല. അന്ന് ഉച്ചയായതിന് വിശപ്പുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇവരുടെ ഫുഡ് അവസാനം ഇവർ എന്തെങ്കിലും ഞങ്ങൾ കഴിക്കണമെന്നോർത്ത് ഇവർ കൊണ്ടു തന്നു. ഒരു പാല് കൊണ്ടു തന്നു. കാരണം ഈ പാല് കുടിക്കാൻ നോക്കിയിട്ട് കാല് കുടിക്കാൻ, കാരണം ഈ പാലിനകത്ത് അവർ പശുവിന്റെ മൂത്രം മിക്സ് ചെയ്യും ഇത് കേടാവാതിരിക്കാനായിട്ട്. എന്തൊക്കെ ചെയ്തിട്ടും കഴിക്കാൻ പറ്റത്തില്ല. അവസാനം വിശപ്പിന്റെ സഖി കൊണ്ട് എങ്ങനെ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് കിടന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ പോയാൽ ഒരു ചെറിയ ഏരിയ ഉണ്ട്, അവിടെ എന്തെങ്കിലും ആടക്കട പോലെ ചെറിയ കടകളുണ്ട്. അങ്ങനെ ഞങ്ങൾ 6 കിലോമീറ്റർ നടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഒരു 2 ബിസ്ക്കറ്റ് കിട്ടി. ഒരു ചെറിയ പാർലിജി പോലത്തെ ഒരു ചെറിയ 2 ബിസ്ക്കറ്റ് കിട്ടി. അവിടുന്ന് ഒരു ചായയും കുടിച്ചു. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 100-300 മേൽ ആൾക്കാർ ആ സ്ഥലത്തുണ്ട്. അതിനുശേഷം എനിക്ക് പെട്ടെന്ന് ഒരു ആത്മപ്രേരണ വന്നു, ഇന്ന് രാത്രി ഫിലിം മിനിസ്ട്രി ഇവിടെ ആക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ക്രിസ്തുവിനോട് ഞാൻ പറഞ്ഞു, എടാ പെട്രോൾ ഉണ്ടോന്ന് അറിയത്തില്ല, ഇനി നമുക്ക് ഉള്ളത്രം ചോക്കാം. ഞാൻ പറഞ്ഞു വണ്ടിക്കകത്ത് ഇച്ചിരി പെട്രോൾ കൂടുതൽ കിടപ്പുണ്ട് തന്നു. ഞങ്ങൾ അവസാനം ഞങ്ങൾ തിരിച്ചു പോയി വണ്ടി ഉന്തിക്കൊണ്ട് ഈ സ്ഥലത്ത് വന്നിട്ട് ഞങ്ങൾ അന്ന് രാത്രി ഫിലിം മിനിസ്ട്രി ഇട്ടു. കർത്താവിന്റെ കൃപ 300-350-ലധികം ആൾക്കാർ അന്നത്തെ ഫിലിം മിനിസ്ട്രി കർത്താവിനെ കാണാനിടയായി. അന്ന് രാത്രിയിൽ ദൈവവചനം വളരെ ശക്തമായിട്ട് സംസാരിക്കാൻ ദൈവം എന്നെ കൃപ. ഞാൻ ഇതുവരെ ചെയ്തതിന് ഡിഫറൻ്റ് ആയിട്ട് കർത്താവിനെ സംബന്ധിച്ച് അന്ന് 25-ലധികം പേര് കർത്താവിനെ കാണുവാനായിട്ട് ഇടയായിട്ട്. ഞാൻ പറഞ്ഞു വന്നതിന് സാരം പലപ്പോഴും നമ്മുടേതായ പ്ലാനുകളിൽ വർക്കൗട്ട് ചെയ്യാൻ നമ്മൾ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് നമ്മുടേതായ രീതിയിൽ പ്ലാനുകൾ എത്തിക്കാനായിട്ട് നമ്മളെല്ലാം ശ്രമിച്ചെന്നറിയാം. പക്ഷെ ചില സമയത്ത് നമ്മൾ പോലും നനയ്ക്കാത്ത സമയത്ത് പല പല പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം നമ്മുടെ പ്ലാനുകളല്ല കർത്താവിന്റെ പദ്ധതി. കാരണം കർത്താവിനറിയാം, എടാ നീ വണ്ടിയിൽ നിന്ന് മറിഞ്ഞ് വീണാലും വേണ്ട, നീ വിശപ്പ് കൊണ്ട് കിടന്നാലും വേണ്ടില്ല, ഈ ക്രിസ്തുവിനെ പറ്റി കേൾക്കാത്ത 100-300-ലധികം ആൾക്കാർ ഈ സ്ഥലത്തുണ്ട്. നിന്റെ വിശപ്പിനെക്കാട്ടി വലുതാണ് ഈ ആത്മാക്കളുടെ രക്ഷ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കർത്താവ് അതിനു വേണ്ടിയിട്ട് മാത്രം ഞങ്ങളെ അന്ന് അവിടെ നിർത്തി. എൻ്റെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് അത്രയും ബുദ്ധിമുട്ട് സഹിച്ചിട്ട് അന്ന് പിറ്റേ ദിവസം ഞങ്ങൾ എവിടുന്നോ ഞങ്ങൾക്ക് ഒരു പമ്പ് കിട്ടി. അന്ന് ഞങ്ങൾ കാറ്റടിച്ചു. ഞാൻ അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങളുടെ വീടിന്റെ പടിക്ക് എത്തുന്ന വരെ കാറ്റ് പോയിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ വീടിന്റെ മെയിൻ റോഡിലോട്ട് ആ കാട്ടിക്കൂടെ എങ്ങനെയൊക്കെ കയറി ഞങ്ങൾ മെയിൻ റോഡ് എത്തിയിട്ട് മഴ പെയ്തു. ഞങ്ങളുടെ പിന്നീട് വന്ന ആൾക്കാർ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. കാരണം അവർക്ക് വരാൻ പറ്റത്തില്ല, വഴി മൊത്തം ഇതായിപ്പോയി. അങ്ങനെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു ഞങ്ങൾക്കൊരു വീട് വേണമെന്ന്. ബാത്റൂം നമ്മില്ല. അപ്പം അതിനു മുമ്പ് ഞങ്ങൾ ബാത്റൂമിന്റെ പണികൾ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് കുഴിയെടുത്ത് ഞങ്ങൾ തന്നെ കട്ട കെട്ടി ഞങ്ങൾ തന്നെ തേച്ച് ഞങ്ങൾ തന്നെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചിട്ടാണ് ഞങ്ങളൊരു ബാത്റൂം പണിത്. അതിനുശേഷം ഞങ്ങൾക്കൊരു വീട്, കാരണം ഞങ്ങൾ കൂടുതൽ കിടക്കുന്ന ഈ മലേറിയയുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒത്തിരി ആവശ്യം എൻ്റെ പ്ലാനിൽ പദ്ധതി ഒരു 5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു. പക്ഷേ കർത്താവിന്റെ ഹിതം മറ്റൊന്നായതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഇരുന്നിട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, എടാ നമുക്കൊരു കോംപ്ലക്സിന്റെ പടം വരയ്ക്കാൻ പറഞ്ഞു.
അന്ന് ഞങ്ങൾ രണ്ടും കൂടി ഇരുന്നിട്ട് ദൈവത്തിന്റെ പ്രാർത്ഥിച്ചു, ഒരു പടം വരച്ചു. എന്നിട്ട് ഞങ്ങൾ പാസ്റ്റങ്ങളോട് പാസ്റ്റങ്ങളെ ഇങ്ങനെ സംഭവം ഇങ്ങനെ എന്നോട് പറഞ്ഞാടാ, ദൈവികമാണെങ്കിൽ നമുക്ക് അത് ഉടനെ തന്നെ തുടങ്ങാം, നീ പ്രാർത്ഥിക്കുക, കർത്താവ് ആരെങ്കിലും കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അതിനുവേണ്ടി ശ്രമിക്കാമെന്ന്. കർത്താവ് പല പല വ്യക്തികളിൽ കൂടെ ആ, കർത്താവ് വലിയ കരുണ കാണിക്കാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം നാട്ടിൽ നിന്ന് ഞങ്ങളുടെ ഒരു ബ്രദർ എബിച്ചാൻ എന്ന് പറഞ്ഞ എബിച്ചാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ പുള്ളിക്കാരൻ പ്ലാനുകളൊക്കെ വരച്ചു തന്നു. അദ്ദേഹത്തിന്റെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ അറിയാവുന്ന ആൾക്കാരായിട്ട് പറയാം, കാരണം ഒരു സ്കിൽഡ് ലേബേഴ്സ് ഇല്ല. അങ്ങനെ ഞങ്ങൾ തന്നെ വാഹനമെടുത്ത് എല്ലാം ചെയ്ത്, പിന്നെ ഞങ്ങളുടെ അടുത്തുനിന്ന് ആൾക്കാരില്ലാത്തതുകൊണ്ട് ഗാന നൈജീരിയയിൽ നിന്ന് വേറെ രണ്ടുപേരെ ഞങ്ങൾ കൊണ്ടുവന്നു. പിന്നെ വേറെ ഉഗാണ്ടയിൽ നിന്ന് കുറെ വർക്കേഴ്സിനെയും കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ തന്നെ അധ്വാനിച്ച് ഒരു 4 മുറി, ഒരു ഹാള്, ഒരു കിച്ചൺ ഉള്ള ഒരു വലിയൊരു വീട് പണിയുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അത് പൂർത്തീകരിച്ചിട്ടാണ് ഞാൻ കടന്നു വരാനായിട്ട് ഇടയായിട്ട് തീർന്നേ. ഞാൻ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇത് ഞാൻ ജീവിതത്തിൽ എത്ര എൻ്റെ പ്ലാനിൽ പ്രകാരം എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കർത്താവിന്റെ കൃപയാൽ 2 വർഷം കൊണ്ട് കർത്താവ് അതെല്ലാം പൂർത്തീകരിച്ച് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുവാൻ, അത് ഒറ്റയ്ക്കല്ല ഞാൻ പറയുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തത്. എൻ്റെ കൂടെ അഹോരാത്രം പ്രയത്നിച്ച് എൻ്റെ ബ്രദർ ക്രിസ്തുരാജ്, പിന്നെ ആമോസ്, പ്രിയ ഭാഷകൾ, ഡോക്ടർ സുശീൽ മാത്യു, ഇത്രയും അവരുടെ എഫേർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞങ്ങൾ അത്രയും പിന്നെ അനേക പേരുടെ പ്രാർത്ഥനയുടെ വലിയ കരം ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ. ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പഴയ ഞങ്ങളുടെ സ്ഥലമല്ല. ഇന്ന് നിങ്ങൾ ആര് എന്നാലും ചോദിക്കുമ്പോൾ അവർ ചോദിക്കും ഇതിന് പാസ്റ്റേഴ്സിന്റെ അബ്രു എന്നാണ് പറയുന്നത്. ഇന്ത്യൻ പാസ്റ്റേഴ്സ് കോമ്പൗണ്ട്, ഇന്ത്യൻ പാസ്റ്റർ എന്നറിയപ്പെടുന്നത് ഞങ്ങൾ അവിടെ. അങ്ങനെ ദൈവം ഞങ്ങൾ അതിശയകരമായ നിലത്ത് ഞാൻ പോരുന്നതിന് മുമ്പ് ഇപ്പോൾ എൻ്റെ ചർച്ചയിൽ 40 പേരെ സ്നാനപ്പെടുത്താൻ ദൈവം പാസ്റ്ററുകൾ മുഖാന്തരം കൃപ ചെയ്തു. വലിയ അത്ഭുത പ്രവൃത്തി ഇന്നും ദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ കരം ഞങ്ങൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം വൈഫിന്റെ ഡെലിവറി അടുത്തതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ തിരിച്ചു വരാനായിട്ട് ഇടയാത്തത്. എന്നാൽ ഇപ്പോൾ ക്രിസ്തു ആമോസും അവിടെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവയാല് ഞാൻ പുതിയൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. കാരണം ഫാമിലിയായിട്ട് എനിക്ക് അവിടെ നിൽക്കാനുള്ള സാഹചര്യമില്ല. ഇപ്പൊ ഒരു കുഞ്ഞൂടെ ആയതുകൊണ്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റിയോ അങ്ങനെ യാതൊരു അടിസ്ഥാന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പുതിയൊരു ആഫ്രിക്കയിൽ എവിടെയെങ്കിലും നല്ലൊരു പുതിയ വേല സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി അനുഭവങ്ങൾ പറയാണ്, പക്ഷെ സമയത്തെ മാനിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഞാൻ ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രവാചക മുഖാന്തരം യഹോവ നൽകുന്ന ഒരു അരുളപ്പാടുണ്ട്. എൻ്റെ ആലയം ശൂന്യമായി കിടക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ കാലമായോ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. കാരണം അവൻ്റെ മുമ്പ് പറയുന്നത് എൻ്റെ ആലയം പണിയാനുള്ള കാലം വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ എന്നുള്ളത് ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. പലപ്പോഴും നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒത്തിരി പ്രയത്നിക്കാറുണ്ട്. പക്ഷേ കർത്താവ് ചോദിക്കുന്ന എൻ്റെ ആലയം പണിയാനുള്ള കാലം വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ, ആ ഒരു ചോദ്യം നമ്മളെ കൊണ്ട് കർത്താവ് ചോദിക്കരുത്. കാരണം നമ്മൾക്ക് ഏൽപ്പിച്ച ദൗത്യങ്ങൾ അത് ഏത് സമയത്തായാലും ചെയ്തെടുക്കാൻ കർത്താവ് നമ്മളെ എവരെയും സഹായിക്കട്ടെ. കർത്താവ് പറഞ്ഞ ആ വാക്ക് ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയുകയാണ്. എൻ്റെ ആലയം ശൂന്യമായി കിടക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ കാലമായോ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയത്നിപ്പാനായിട്ട് ആഗ്രഹമുള്ളവർ മടിച്ചു നിൽക്കാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. ഒന്നും കണ്ടിട്ടല്ല, ഞാൻ പറഞ്ഞ പാട്ടുകാരൻ ഒന്നും കണ്ടിട്ടില്ല, ഇറങ്ങി തിരിച്ചെന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ അനുഭവങ്ങൾ ഒന്നും കണ്ടിട്ടല്ല, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. അതുകൊണ്ട് കർത്താവ് ഞങ്ങളെ ഇന്നും നിലനിർത്തി അത്രയും കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. അവിടുത്തെ പ്രവർത്തനത്തെ ഓർത്തും അടിയന്റെ തുടർന്നുള്ള മിനിസ്ട്രി ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു അവസരം ഒരുക്കിയ പ്രിയ കർത്തദാസനോടും ഏവരോടുമുള്ള പ്രത്യേകം നന്ദി കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ദിവസനിധി അനുഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ക്രിസ്റ്റോ. അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണ് പങ്കുവെക്കാനിടയായി തീർന്നത്. താങ്ക് യു. അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണ് പങ്കുവെക്കുവാൻ ഇടയായി തീർന്നത്. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളുടെ പേരിൽ തന്നെ ഒരു സാമ്യമുണ്ട് അല്ലേ? ആമോസ്. ദൈവത്തിന്റെ സ്തോത്രം. ഇനി വീഡിയോയിൽ കാണിക്കുന്ന ഓവറോൾ ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും. ലാസ്റ്റ് എൻഡിൽ ഞാൻ വീഡിയോ കൂടെ കാണിക്കാം. അതെ, നമ്മൾ ആ യൂട്യൂബിൽ ഇട്ടിരുന്ന വീഡിയോ ആണല്ലേ? അവിടുത്തെ കുഞ്ഞുങ്ങൾ മലയാളം പാടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, വീഡിയോ കാണിക്കാം, കുഴപ്പമില്ല കേട്ടോ. അതുപോലെ ഇനി അടുത്ത ചൂടുകൾ എന്താണ്? സുഡാനിൽ നിന്ന് മടങ്ങി വന്നു, ഇനി ഫാമിലി ആയിട്ടുള്ള മിനിസ്ട്രി പ്ലാനുകൾ അതുകൂടെ ഒന്ന് പറയുന്നത് നല്ലതാണ്. ഫാമിലി ആയിട്ട് വൈഫ് കറന്റ് വർക്കിംഗ് ആണ്, TCS വർക്ക് ചെയ്യാണ്. അപ്പം തുടർന്ന് എന്തിനേയും ഫാമിലി ആയിട്ട് ഇതിൽ നിൽക്കാൻ പറ്റുന്നിടത്തേക്ക് മൂവ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ്.
അപ്പൊ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പല വാതിലും വിട്ട് ഇതുവരെ ഒന്നും ഓപ്പൺ ആയില്ല. എങ്കിലും കർത്താവിന്റെ സമയമാകുമ്പോൾ കർത്താവ് വഴികൾ തുറക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിലായിരിക്കുന്നു. അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു കുടുംബമായി. വീഡിയോ കാണിക്കാം കേട്ടോ.
പ്രധാന സ്തോത്രം. അത് കാണുമ്പോൾ ഹൃദയം നിറയുക കേട്ടോ. കാരണം ഒരു ദേശത്ത് ഒരു മിഷൻ സ്ഥാപിക്കപ്പെടുന്നത്, അത് വളർന്നു വരുന്നത്, അതിൻ്റെ ഓരോ പ്രോഗ്രഷൻ നമുക്ക് ഉള്ളും കണ്ണും നിറയാതെ കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും മിഷണറി ഹൃദയമുള്ളവർക്ക് ദൈവരാജ്യത്തിൻ്റെ വളർച്ച കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ടാകുന്നു. ദൈവത്തിന് സ്തോത്രം. ജീവിതാനുഭവങ്ങൾ ഇനി ഒത്തിരി ഉണ്ടെന്നാ പറഞ്ഞതല്ലേ? വിട്ടുപോകാൻ പാടില്ലാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പറയാം. സമയം പോയി എന്ന് ചിന്തിക്കേണ്ട. 4-5 മിനിറ്റ് കൊണ്ട് എടുത്തായാലും ഒരിക്കലും അത് നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് അവർക്ക് നഷ്ടമാകരുത് എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. ഞങ്ങൾ ഈ കിണർ ഒഴിക്കുന്ന സമയത്ത് ഞാനത് ചോദിക്കാനിരിക്കുകയായിരുന്നു. കിണർ ഒഴിക്കുന്ന കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നു. കിണർ ഒഴിച്ചു, അവിടെ വെള്ളമുള്ള സ്ഥലമാണ്, വെള്ളം കണ്ടെത്തുമോ? ആദ്യം പറഞ്ഞത് ഒരു 11 മീറ്ററിലൊക്കെ കാണുമ്പോഴത്തേന് വെള്ളം കാണുമെന്ന് പറയണം. നമ്മളൊരു ടൂളുമില്ല, ഒരു ആ പാര വെച്ചിട്ടാണ് അവന്മാരത് മൊത്തം 1 മീറ്റർ വിസ്തൃതിയേ ഉള്ളൂ ഫുള്ളായിട്ട്. അതില് 11 മീറ്ററിലൊക്കെ വെള്ളം കാണുമെന്ന് പറഞ്ഞു. അവസാനം 11 മീറ്റർ കഴിഞ്ഞ് 12 മീറ്റർ കഴിഞ്ഞ് 16 മീറ്റർ കഴിഞ്ഞ് 17 മീറ്റർ കഴിഞ്ഞ് 18 മീറ്റർ കഴിഞ്ഞ് 19 മീറ്റർ ആയിട്ടും വെള്ളമില്ല. അതിനിടയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് കേട്ടു. ഇതിന്റെ ഇടയിൽ 3 പണിക്കാർ മാറിപ്പോയി, പലരും പൈസ അടിച്ചുകൊണ്ട് പോയി. അപ്പം അവസാനം ഞങ്ങൾക്ക് ഗത്യന്തരമില്ലാതെ 19 മീറ്റർ ആയിട്ട് ഞങ്ങൾക്ക് വെള്ളം കണ്ടില്ല. ആ സമയത്ത് ഞാൻ നാട്ടില്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ക്രിസ്തുവിനോട് ഞാൻ പറഞ്ഞു, ക്രിസ്തു നീ പോയി പ്രാർത്ഥിച്ച് നീ രാവിലെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ക്രിസ്തുവും അവിടുത്തെ ലോക്കൽ പാസ്റ്ററിനോട് ചെന്നിട്ട് പ്രാർത്ഥിച്ചു. അന്നേരം അവർ പറഞ്ഞു ഇന്നിനും കാണില്ല, ഇനി 2 മീറ്ററോട് കഴിഞ്ഞാലേ വെള്ളം കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ദൈവ ഒരു നിയോഗത്തിൽ അവരന്ന് പ്രാർത്ഥി. അവർ പറഞ്ഞു ഇന്ന് തന്നെ വെള്ളം കാണുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഒരു സാധ്യതയില്ലാത്ത സ്ഥാനത്ത് അവർ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി. അതുവരെ വെള്ളത്തിന്റെ അംശമില്ല, ഒന്നുമില്ല. ഫുഡ് കഴിച്ച് തിരിച്ചു നോക്കുമ്പോഴത്തേന് ഞങ്ങളുടെ കിണറ്റിൽ വെള്ളമായി. അങ്ങനെ ദൈവം ഒരു അത്ഭുതം ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ആ കിണറിൽ അത്രയും കഷ്ടപ്പെട്ട് അതിന്റെ മേലിൽ പണം മുടക്കി അതിന്റെ ഇല്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് കർത്താവൻ ആ ദേശക്കാരോട് അവര് പല പ്രാവശ്യം പറഞ്ഞു ഇതിനകത്ത് അവരുടെ ബിലീഫ് അനുസരിച്ചിട്ട് ഈ കിണർ ഈ ആഴത്തിലേക്ക് പോകുമ്പോൾ അവർ ആൻസിസ്റ്റേഴ്സ് എടുക്കും. അപ്പം ഈ താഴെ ചെല്ലുമ്പോൾ കുഴിച്ച് ചെല്ലുന്നവനെ കണ്ടു കഴിഞ്ഞാൽ അവനെ കൊല്ലുമെന്നാണ് ഇവരുടെ ബിലീഫ്. അത്രമാത്രം എന്താ ഇതിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് പറഞ്ഞു അവര് കുരുതി കൊടുക്കണം, ചോര ഒഴിക്കണം, ആടിനെ കണ്ടിക്കണം, ഒരുത്തനെ ആടിനെ ഈ കോഴിയെ കൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇവിടെ പ്രാർത്ഥിച്ചിട്ടുള്ളതുകൊണ്ട് ഒന്നിനും കുഴപ്പമില്ല. നിനക്ക് ആരെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരെ എൻ്റെ അടുത്ത് എടുക്കുക, ഞാനാണ് കുഴിപ്പിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും പറ്റത്തില്ല. ഈ കിണർ ഒഴിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് ആർക്കൊന്നും പറ്റത്തില്ല, അതിന് ഫുൾ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തെന്ന് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇതുവരെ ആയിട്ടുള്ള അവര് പറഞ്ഞു നിങ്ങൾക്ക് ഈ ഗുരുതി കൊടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടാത്തതെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് അവർ കാണുക. ഞങ്ങൾ ആ കുഴിക്കുന്നവർ കാണുക, അവർക്കും ഭയങ്കര വിശ്വാസമായി തീരാനായിട്ട് ഒരു അത്ഭുതം. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ത്യൻ സ്റ്റൈൽ, കേരള സ്റ്റൈലിൽ ആദ്യത്തെ ഒരു കിണർ ആ മോഡലിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അവിടുത്തെ കിണർ കുഴിക്കാറുണ്ടോ? കേൾക്കുന്നില്ല. അവിടുത്തെ കിണർ കുഴിക്കാറുണ്ടോ? ചുരുക്കമാണ്, കിണർ കുഴിക്കുന്നതൊക്കെ ചുരുക്കമാണ്. അങ്ങനെ കൊണ്ട് മാത്രം നമ്മൾ ഒരു ട്രൈ നോക്കിയതാണ്. എന്തായാലും കേരള സ്റ്റൈൽ കിണർ സുഡാനിൽ നമ്മൾ അപ്ലൈ ചെയ്തു. ഞാൻ ആ വീഡിയോ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ കണ്ടു കപ്പ നട്ടോ അവിടെ. അതും കേരള സ്റ്റൈലാ. അവിടെ കപ്പ ഉണ്ടാകാം അല്ലേ? ഏത്തം കൊണ്ടുപോയി അത് വലിയൊരു കൊലയായിട്ട് 2 ദൈവത്തിന്റെ സ്തോത്രം. സുഡാനിൽ നമ്മുടെ സുവിശേഷം മാത്രമല്ല പറയാനുള്ള കാര്യം, മിഷണറി ആയിട്ട് പോയി കഴിഞ്ഞാൽ സുവിശേഷം മാത്രമല്ല, ചില സമയം നമ്മൾ എഞ്ചിനീയർ ആവും, ചില സമയത്ത് ഡോക്ടറാവും, ചില സമയത്ത് ടീച്ചറാവും, ചില സമയം ഡ്രൈവറാവും, ചില സമയം നമ്മൾ കൂലി വേലക്കാരുണ്ടാവും. നമ്മൾ കൈവെക്കാത്ത ഒന്നും കാണത്തില്ല അതിനകത്ത്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്തിരി കാര്യങ്ങൾ ഇനി കേൾക്കാനുണ്ടെന്നറിയാം. ഇനിയും ശുശ്രൂഷ അനുഭവങ്ങൾ തരട്ടെ. പൗലോസിന് 1-ാം മിഷണറി യാത്ര, 2-ാം മിഷണറി യാത്ര, 3, 4 എന്നൊക്കെ എണ്ണുന്നത് പോലെ പ്രിയ കർത്താദാസൻ ക്രിസ്റ്റോ വർഗീസിന്റെ മിഷണറി യാത്രകൾ ഇനിയും തുടരട്ടെ, അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദേവദാസൻ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേട്ടെ. സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നൽകപ്പെട്ട നല്ല സമയത്തിനായ സ്തോത്രം. കഥാവെ, അങ്ങ് അടിയനോട് ചെയ്ത പ്രവൃത്തി കഥാവെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ദൈവം അടിയനും ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നല്ലോ. കഥാവെ, സകലമാനം മുഖത്തും കർത്താവിന് കരയേറ്റുന്നു. ഇത് കേട്ട പ്രേക്ഷകരുടെ മേൽ കർത്താവ് കേൾക്കുന്ന ആര് കേൾക്കുന്നോ
അവരുടെ മേൽ ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കുക. അവരുടെ ജീവിതത്തിൽ അത് വളരെ ആഴമായി പതിയുവാനും കർത്താവിന് വേണ്ടി പ്രയത്നിപ്പാനും അഹോരാത്രം അധ്വാനിപ്പാനുള്ള ഒരു കൃപയും ബലവും ജ്ഞാനവും കർത്താവ് നൽകുമാറാണ്. അപ്പാ, ഞങ്ങൾ നേടിയതായിട്ടോ അധ്വാനിച്ചതായിട്ടോ ഞങ്ങൾ ഒന്നും പറയുവാനായിട്ടില്ല. അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. വീണ്ടും അങ്ങയ്ക്ക് വേണ്ടി വേലയ്ക്ക് വേണ്ടി നിലപ്പാനായിട്ടും അങ്ങയുടെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയത്നിപ്പാനായിട്ടും അടികളെയും കുടുംബത്തെയും ഏവരെയും കർത്താവെ അങ്ങ് ഉപയോഗിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നല്ലോ. ഈ കത്തദാസിനെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം വീണ്ടും കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരെല്ലാം കർത്താവെ അങ്ങയുടെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ഞങ്ങൾ ഏവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നല്ലോ. തിരുകൃപയാ ഞങ്ങൾ നിറയ്ക്കണം. തിരുനാമം മാത്രം മഹത്വം എടുക്കണം. യേശു കർത്താവ് നാമത്തിൽ തന്നെ.